യെസ്, തൊട്ടുമുമ്പത്തെ വീഡിയോയുടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അടുത്ത വീഡിയോ അല്ല, നേരത്തെ ആ വീഡിയോ മുറിഞ്ഞു പോയത് കൊണ്ട് അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞ കേസ് എങ്ങനെയാണ് ലിഥിയം ക്ലോറൈഡിനകത്ത് ഈ പറഞ്ഞ ക്ലോറൈഡ് എസ്കേപ്പ് ചെയ്ത് പോയിട്ട് ഇലക്ട്രോൺ എഫ് സെന്റർ വരുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് തോന്നുന്നു. ഇനി അങ്ങനെ എഫ് സെന്റേഴ്സ് വരുന്നത് നിമിത്തം ലിഥിയം ക്ലോറൈഡിന് പിങ്ക് കളർ കിട്ടും. ലിഥിയം ക്ലോറൈഡിനെ ഹീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് പിങ്ക് കളർ കിട്ടുന്നു. റീസൺ എന്തെന്ന് ചോദിക്കാം. ലിഥിയം ക്ലോറൈഡിനെ ലിഥിയം വേപ്പന്റെ പ്രസൻസിൽ ഹീറ്റ് ചെയ്യുമ്പോൾ പിങ്ക് കളർ കിട്ടുന്നു. റീസൺ എന്തുതരം പറയും? ലിഥിയം ക്ലോറൈഡ് ഹീറ്റ് ചെയ്യുമ്പോൾ അതിന്ന് ക്ലോറൈഡ് അയോൺസ് എസ്കേപ്പ് ചെയ്ത് പോകുന്നു. അങ്ങനെ ആനയോൺ വേക്കൻസി ഉണ്ടാകും. ആ ആനയോൺ വേക്കൻസിയിലേക്ക് ഇലക്ട്രോൺ വരുന്നു. ഈ പോകുന്ന ക്ലോറൈഡ് അയോൺ ലിഥിയവുമായിട്ട് കമ്പൈൻ ചെയ്ത് ഇലക്ട്രോൺ ഉണ്ടാകുകയും ആ ഇലക്ട്രോൺ നേരത്തെ ക്ലോറൈഡ് പോയ വേക്കൻസിയിലേക്ക് വരികയും ചെയ്യും. ഇത്തരം ഇലക്ട്രോൺസിനെ എഫ് സെന്റേഴ്സ് എന്നാണ് പറയുക. ആ എഫ് സെന്റേഴ്സിന്റെ പ്രസൻസ് ആണ് ലിഥിയം ക്ലോറൈഡിന് പിങ്ക് കളർ കൊടുക്കുന്നത്. അതേപോലെ സോഡിയം ക്ലോറൈഡിനെ സോഡിയം വേപ്പന്റെ പ്രസൻസിൽ ഹീറ്റ് ചെയ്താലും ഇത് തന്നെ സംഭവിക്കും. ക്ലോറൈഡ് അയോൺ എസ്കേപ്പ് ചെയ്ത് പോയിട്ട് അവിടെ ഇലക്ട്രോൺ വരും, എഫ് സെന്റേഴ്സ് ഫോം ചെയ്യും. അപ്പം പക്ഷേ യെല്ലോ കളറാണ്. സോഡിയം ക്ലോറൈഡിന് യെല്ലോ കളറാണ് കിട്ടുക ഹീറ്റ് ചെയ്യുമ്പോൾ. പൊട്ടാസ്യം ക്ലോറൈഡിനെ പൊട്ടാസ്യം വേപ്പറിന്റെ പ്രസൻസിൽ ഹീറ്റ് ചെയ്യുമ്പോഴും ഇത് തന്നെ സംഭവിക്കും. പൊട്ടാസ്യം ക്ലോറൈഡിനെ പൊട്ടാസ്യം വേപ്പറിന്റെ പ്രസൻസിൽ ഹീറ്റ് ചെയ്യുമ്പോൾ ക്ലോറൈഡ് എസ്കേപ്പ് ചെയ്ത് പോയിട്ട് സർഫസിലുള്ള പൊട്ടാസ്യം വേപ്പറുമായിട്ട് കമ്പൈൻ ചെയ്യും. അപ്പോൾ ഇലക്ട്രോൺ ഉണ്ടാവും. ആ ഇലക്ട്രോൺ അവിടെ വരും, എഫ് സെന്റർ ഉണ്ടാവും. അപ്പോൾ വയലറ്റ് കളറാണ് കിട്ടുന്നത്. ലിഥിയം ക്ലോറൈഡിനെ ലിഥിയം വേപ്പന്റെ പ്രസൻസിൽ ഹീറ്റ് ചെയ്യുമ്പോൾ പിങ്ക് കളർ, സോഡിയം ക്ലോറൈഡിനെ സോഡിയം വേപ്പന്റെ പ്രസൻസ് ഹീറ്റ് ചെയ്യുമ്പോൾ യെല്ലോ കളർ, പൊട്ടാസ്യം ക്ലോറൈഡിനെ പൊട്ടാസ്യം വേപ്പന്റെ പ്രസൻസ് ഹീറ്റ് ചെയ്യുമ്പോൾ വയലറ്റ് കളർ. ഇതിനൊക്കെ കാരണം എഫ് സെന്റേഴ്സ് ആണ്. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന കേസ് മെറ്റൽ എക്സസ് ഡിഫക്റ്റ്. നോൺ സ്റ്റോഷിയോമെട്രിക് പോയിന്റ് ഡിഫക്ട്സിൽ മെറ്റൽ എക്സസ് ഡിഫക്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. മെറ്റൽ എക്സസ് ഡിഫക്റ്റ് രണ്ട് വിധത്തിലുണ്ടാകാമെന്ന് ഞാൻ പറഞ്ഞു. അതിൽ ഫസ്റ്റ് കേസ് നമ്മൾ പറഞ്ഞു ഏതാണ്? ഡ്യൂ ടു ആനയോൺ വേക്കൻസി. നെഗറ്റീവ് അയോണിനെ കാണാതിരുന്നാൽ സ്വാഭാവികമായിട്ട് പോസിറ്റീവ് എക്സസ് ആവും. ഇതിനെയാണ് മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ഡ്യൂ ടു ആനയോൺ വേക്കൻസി എന്ന് പറയുന്നത്. അവിടെ ഓർക്കേണ്ട പോയിന്റ്, അപ്പോൾ ആനയോൺ വേക്കൻസിയിൽ വരുന്ന ഇലക്ട്രോൺ ആണ് എഫ് സെന്റർ, പകരം വരുന്ന സാധനമാണ് എഫ് സെന്റർ. അത് കളർ കൊടുക്കും, ഓർത്തിരിക്കുക. ഇനി വേറൊരു വിധത്തിൽ കൂടി മെറ്റൽ എക്സസ് ഉണ്ടാവാം. എങ്ങനെയാണെന്നറിയോ? വേറൊരു വിധത്തിൽ ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിയേ, പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ് മൈനസ് ഓർഡറിനൊന്നും ഒരു ചേഞ്ച് വന്നില്ല. പക്ഷെ അധികമായിട്ടൊരു കാറ്റയോൺ, ഒരു എക്സ്ട്രാ പോസിറ്റീവ് അയോൺ ലാറ്റിസിലുള്ളൊന്നും മിസ്സായിട്ടൊന്നുമില്ല. പകരം അധികമായിട്ടൊരു പോസിറ്റീവ് അയോൺ ലാറ്റിസിൽ വന്നാലും പോസിറ്റീവ് അയോണിന്റെ എക്സസ് ഉണ്ടാവില്ലേ, മെറ്റലിന്റെ എക്സസ് ഉണ്ടാവില്ലേ? ഉണ്ടാവും. അതിന് നമ്മൾ മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ഡ്യൂ ടു ഇന്റർസ്റ്റീഷ്യൽ കാറ്റയോൺ എന്ന് പറയും. മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ഡ്യൂ ടു, നേരത്തെ ഡ്യൂ ടു ആനയോൺ വേക്കൻസി, ഇപ്പോഴത്തത് ഡ്യൂ ടു ഇന്റർസ്റ്റീഷ്യൽ കാറ്റയോൺ. മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ഡ്യൂ ടു ഇന്റർസ്റ്റീഷ്യൽ കാറ്റയോൺ. അപ്പോൾ ഒരു ഇലക്ട്രോൺ കൂടി സമീപത്ത് തന്നെ ട്രാപ്പഡ് ആവും. കാര്യം ചാർജ് ബാലൻസ് ചെയ്യണ്ടേ. ഒരു ഇൻഡസ്ട്രീഷ്യൽ സൈറ്റിൽ പോസിറ്റീവ് അയോൺ ഉണ്ടെങ്കിൽ അതിൻ്റെ സമീപത്ത് തന്നെ മറ്റൊരു ഇൻഡസ്ട്രീഷ്യൽ സൈറ്റിൽ ഇലക്ട്രോണും കൂടി ട്രാപ്പഡ് ആവും. അങ്ങനെ അത് ചാർജ് ബാലൻസ് ചെയ്യും. അതിന് വേറെ എഫ് സെന്റേഴ്സ് എന്നുള്ള പേരൊന്നുമില്ല. പക്ഷെ അതിനും കളറ് കൊടുക്കാനുള്ള ഒരു ടെൻഡൻസിയൊക്കെ ഉണ്ട് ഇത്തരത്തിൽ വരുന്ന ഇലക്ട്രോൺസിനും. അതിന് ഞാനൊരു എക്സാമ്പിൾ പറയാം. തൽക്കാലം പറഞ്ഞു, മെറ്റൽ എക്സസ് ഡിഫക്റ്റ് രണ്ട് വിധത്തിലുണ്ടാവും. ഡ്യൂ ടു ആനയോൺ വേക്കൻസി, നെഗറ്റീവ് അയോണിന്റെ വേക്കൻസി നിമിത്തം ഉണ്ടാകാം. പിന്നെ രണ്ടാമത്തത് ഡ്യൂ ടു ഇൻഡസ്ട്രീഷ്യൽ കാറ്റയോൺ, ഒരു എക്സ്ട്രാ കാറ്റയോൺ, ഒരു അധികം കാറ്റയോൺ ഇൻഡസ്ട്രീഷ്യൽ സൈറ്റിൽ വരുന്നത് വഴിയും മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ഉണ്ടാകും. ആ സമയത്ത് കാറ്റയോണിന്റെ ചാർജ് അല്ലെങ്കിൽ പോസിറ്റീവ് ചാർജ് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി ഇലക്ട്രോൺ കൂടി എൻട്രാപ്പഡ് ആവും എന്നുള്ള കാര്യം മറന്നു പോകരുത്. ഇനി ആ പറഞ്ഞതിനൊരു എക്സാമ്പിൾ ഞാൻ പറയാം. എക്സാമ്പിൾ എന്ന് വെച്ചാൽ ഇതാണ്. സിങ്ക് ഓക്സൈഡിനെ നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ സിങ്ക് ഓക്സൈഡിനകത്തുള്ള കാറ്റയോൺ Zn2+ഉം O2-ഉം. Zn2+ഉം O2-ഉം അവിടുത്തെ കാറ്റയോണും ആനയോണും അല്ലേ. ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ചില സിങ്ക് ഓക്സൈഡ് മോളിക്യൂൾ ഇതേ കണക്ക് വിഘടിക്കും. ഹീറ്റ് ചെയ്യുമ്പോൾ അതിന് വിഘടനം നടന്ന് Zn2+ഉം ഹാഫ് O2-ഉം 2 ഇലക്ട്രോൺ ആവും. എങ്ങനെയായത്? ഒരു O എന്നുള്ള പറയുന്ന സാധനം ഹാഫ് O2 പോയി. ഒരു O ഉണ്ടായിരുന്നു, ആ ഒരു O ഹാഫ് O2 ആയിട്ട് പോട്ട്. ബാക്കി ഇനി Zn ഉണ്ട്. ആ Zn നിന്ന് 2 ഇലക്ട്രോൺ നഷ്ടപ്പെട്ട് പോയിട്ട് Zn2+ ഉണ്ടാവും. Zn ഓയിലെ O ഹാഫ് O2 ആയിട്ട് പോയി, ഹാഫ് മോളിക്യൂൾ ഓഫ് ഓക്സിജനായിട്ട് എസ്കേപ്പ് ചെയ്ത് പോയി, ഓക്സിജനെ ലിബറേറ്റ് ചെയ്ത് കളയും. ബാക്കിയുള്ളത് Zn. ആ Zn നിന്ന് 2 ഇലക്ട്രോൺ റിമൂവ് ചെയ്യപ്പെട്ട് Zn2+ ഉണ്ടാവും. ഇങ്ങനെ ഉണ്ടാകുന്ന Zn2+ അയോൺ ഈ ലാറ്റിസിൽ കയറിയിരിക്കും. ആരെ ലാറ്റിസിൽ?
സിങ്ക് ഓക്സൈഡിന്റെ തന്നെ ലാറ്റിസിൽ Zn2+O2- Zn2+O2- അങ്ങനെ അങ്ങനെ ആ ലാറ്റിസ് ഇരിക്കുകയല്ലേ, ആൾട്ടർനേറ്റ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ലാറ്റിസാണ്. അതിനകത്ത് ഇതേമാതിരി ഉണ്ടാകുന്ന Zn2+ അയോൺ ഹീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഡീകമ്പോസ് ചെയ്തുണ്ടാകുന്ന Zn2+ അയോൺ ലാറ്റിസിന്റെ ഇടയ്ക്ക് കയറിയിരിക്കും. സിങ്ക് ഓക്സൈഡിന്റെ ലാറ്റിസിനുള്ളിൽ തന്നെ ഇത്തരത്തിലുണ്ടാകുന്ന ഹീറ്റ് ചെയ്യുന്നത് വഴി ഉണ്ടാകുന്ന Zn2+ അയോൺസ് കയറിയിരിക്കും. അപ്പോൾ എന്തുണ്ടാവും? മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ഡ്യൂ ടു ഇന്റർസ്റ്റീഷ്യൽ കാറ്റയൺ ഉണ്ടാവും. അപ്പോൾ ആ Zn2+ ഇന്റർസ്റ്റീഷ്യൽ സൈറ്റിൽ കയറിയിരിക്കുമ്പോൾ ചാർജ് ബാലൻസ് ചെയ്യാൻ വേണ്ടി കൂടെ ഉണ്ടാകുന്ന ഇലക്ട്രോൺസ് 2 എണ്ണം. ഇവിടെ ഒരു പോസിറ്റീവ് ആയതുകൊണ്ട് ഒരു ഇലക്ട്രോണേ വന്നുള്ളൂ. ഇവിടെ Zn2+ ആണ് ഇടയ്ക്ക് വരുന്നത് കൊണ്ട് 2 ഇലക്ട്രോൺ അടുത്ത് സമീപത്തുള്ള 2 ഇന്റർസ്റ്റീഷ്യൽ സൈറ്റിലായിട്ടും കയറിയിരിക്കും. അതിന്റെ ഫലമായിട്ടാണ് സിങ്ക് ഓക്സൈഡ് ഹീറ്റ് ചെയ്യുമ്പം പതുക്കെ അത് യെല്ലോ കളറായിട്ട് മാറുന്നത്. ഇത്തരത്തിൽ അത് ഡീകമ്പോസ് ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പോൾ സിങ്ക് ഓക്സൈഡ് ഹീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് യെല്ലോ കളർ ആവാൻ കാര്യം എന്താ? സിങ്ക് ഓക്സൈഡ് ഹീറ്റ് ചെയ്യുന്ന സമയത്ത് അത് ഡീകമ്പോസ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഹാഫ് O2-നെ ലിബറേറ്റ് ചെയ്ത് കളഞ്ഞിട്ട് Zn2+-ഉം 2 ഇലക്ട്രോണും ഉണ്ടാവും. ഇങ്ങനെ ഉണ്ടാകുന്ന Zn2+ അയോൺ സിങ്ക് ഓക്സൈഡിന്റെ തന്നെ ലാറ്റിസിൽ ഇന്റർസ്റ്റീഷ്യൽ സൈറ്റിൽ കയറി ഒക്കുപ്പൈ ചെയ്യുകയും അങ്ങനെ മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ഉണ്ടാകുകയും ചെയ്യും. അപ്പം 2 ഇലക്ട്രോൺ കൂടെ ഉള്ള 2 ഇലക്ട്രോൺസ് സമീപത്തുള്ള 2 ഇന്റർസ്റ്റീഷ്യൽ സൈറ്റിലൂടെ കയറിയിരിക്കും ചാർജ് ബാലൻസ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ സിങ്ക് ഓക്സൈഡ് ഹീറ്റ് ചെയ്യുമ്പോൾ യെല്ലോ കളർ ഉണ്ടാകുന്നതിന് കാരണം മെറ്റൽ എക്സസ് ഡിഫക്റ്റ് തന്നെയാണ്, ഡ്യൂ ടു ഇന്റർസ്റ്റീഷ്യൽ സിങ്ക് അയോൺ ആൻഡ് ഇന്റർസ്റ്റീഷ്യൽ ഇലക്ട്രോൺസ്. ഇന്റർസ്റ്റീഷ്യൽ സൈറ്റിൽ Zn2+ കയറും, ഇലക്ട്രോൺസും കയറും. ക്ലിയർ ആണോ? ഇപ്പോൾ കളറിംഗ് എന്ന് പറയുന്നതാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. കളർ കൊടുക്കുന്നു. നേരത്തെയുള്ള കേസ് പറഞ്ഞു വരുന്നത് ലിഥിയം ക്ലോറൈഡ്, സോഡിയം ക്ലോറൈഡ്, പൊട്ടാസ്യം ക്ലോറൈഡ്, അവിടെയൊക്കെ മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ഡ്യൂ ടു ആനയോൺ വേക്കൻസി പകരം F സെൻറ്റർ വരും. അതാണ് കളർ കൊടുക്കുന്നത്. പക്ഷേ സിങ്ക് ഓക്സൈഡിൽ ഹീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് Zn2+ അയൺ ഉണ്ടായി, അത് ഇൻഡസ്ട്രീഷ്യൽ സൈറ്റിൽ കയറിയിരിക്കുന്ന നിമിത്തമാണ് കളർ വരുന്നത്. ഓക്കെ, അപ്പോൾ 2 ടൈപ്പ് മെറ്റൽ എക്സസ് ഡിഫക്റ്റ് പറഞ്ഞു കഴിഞ്ഞു. ഇനി ഒന്നും കൂടെ അടുത്ത ടൈപ്പ് നോൺ സ്റ്റോഷിയോമെട്രിക് പോയിന്റ് ഡിഫക്റ്റ്. നോൺ സ്റ്റോഷിയോമെട്രിക് പോയിന്റ് ഡിഫക്റ്റ് ആണ് നമ്മൾ പറഞ്ഞിരുന്നാൽ ആദ്യത്തെ ടൈപ്പ് മെറ്റൽ എക്സസ് ഉണ്ടാകാനുള്ള 2 സാധ്യത നമ്മൾ പഠിച്ചു. ഡ്യൂ ടു ആനയോൺ വേക്കൻസി, നെഗറ്റീവ് അയോൺ ഇല്ലെങ്കിൽ സ്വാഭാവികമായി പോസിറ്റീവ് എക്സസ് വരും, ആൻഡ് ഡ്യൂ ടു ഇന്റർസ്റ്റീഷ്യൽ കാറ്റയോൺ. ഓക്കെ, ഇനി രണ്ടാമത്തെ ടൈപ്പ് മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ്. ഇപ്പൊ മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ് ഉണ്ടാകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാറ്റയോൺ വേക്കൻസി. ഇതാ നോക്കിയേ, പ്ലസ് മൈനസ് ആ ലാറ്റിസിൽ ഒരു പ്ലസ് കാണാനില്ല. ഒരു പ്ലസ് കാണാനില്ലെങ്കിൽ സ്വാഭാവികമായിട്ട് മൈനസ് അധികം വരും. അതിന് നമ്മൾ മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ് എന്ന് പറയും. മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ് ഡ്യൂ ടു കാറ്റയോൺ വേക്കൻസി. പോസിറ്റീവ് അയോണിന്റെ വേക്കൻസി നിമിത്തം. നെഗറ്റീവ് അയോണിന്റെ വേക്കൻസി നിമിത്തം എന്താ ഉണ്ടാകുന്നത്? മെറ്റൽ എക്സസ് ഡിഫക്റ്റ്. നെഗറ്റീവ് അയോണിനാണ് കാണാനില്ലാത്തതെങ്കിൽ പോസിറ്റീവ് അധികം വരും, അത് മെറ്റൽ എക്സസ് ഡിഫക്റ്റ്. ഇവിടെ പോസിറ്റീവ് കാണാനില്ല എങ്കിൽ സ്വാഭാവികമായിട്ട് നെഗറ്റീവ് അധികം വരും, അത് മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ്. മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ് ഡ്യൂ ടു കാറ്റയോൺ വേക്കൻസി. അപ്പോൾ ചാർജ് ബാലൻസ് ചെയ്യണ്ടേ? എങ്ങനെ ബാലൻസ് ചെയ്യും? ഒരു കാറ്റയോൺ പോയി കഴിഞ്ഞാൽ അതിൻ്റെ സമീപത്തുള്ള കാറ്റയോൺ ചാർജ് അഡ്ജസ്റ്റ് ചെയ്തോളും. ട്രാൻസിഷൻ മെറ്റൽ അയോണുകൾ ഉള്ള ക്രിസ്റ്റലുകളാണ് ഇത് പൊതുവേ കാണിക്കുക. കാര്യം ട്രാൻസിഷൻ മെറ്റലിന് ഒരു വാലൻസി അല്ലെങ്കിൽ വേറൊരു വാലൻസി കാണിക്കാൻ പറ്റുമോ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? Fe2+ഉം 3+ഉം കാണിക്കും, Cu+ഉം 2+ഉം കാണിക്കും. അപ്പോൾ ഒരെണ്ണം മിസ്സായി കഴിഞ്ഞാലും അയൽപ്പക്കത്തിരിക്കുന്ന കാറ്റയോണിന് അതിൻ്റെ ചാർജ് തൊട്ടടുത്ത വാലൻസിയിലേക്ക് മാറി അതിനെ ബാലൻസ് ചെയ്യാൻ പറ്റും. ഇവിടെ ഒരു പ്ലസ് പോയപ്പോൾ തൊട്ടടുത്തിരിക്കുന്ന കാറ്റയോൺ 2+ലോട്ട് മാറി ചാർജ് ബാലൻസ്. ഇതാണ് മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ് ഡ്യൂ ടു കാറ്റയോൺ വേക്കൻസി. എക്സാമ്പിൾ ഉണ്ട് ഇതിന്. ഫെറസ് ഓക്സൈഡിനെ ഹീറ്റ് ചെയ്യുമ്പോൾ ഇതുണ്ടാകുന്നത്. എല്ലാം കൂടെ തിരിഞ്ഞു പോകരുത്. ലിഥിയം ക്ലോറൈഡ്, സോഡിയം ക്ലോറൈഡ്, പൊട്ടാസ്യം ക്ലോറൈഡ് ഒക്കെ ഹീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നെഗറ്റീവ് അയോൺ ചാടിപ്പോയിട്ടുണ്ടാകുന്ന F സെൻറ്റർ വന്ന് കളർ കിട്ടും. പിന്നെ നമ്മൾ പഠിച്ചത് സിങ്ക് ഓക്സൈഡിനെ ഹീറ്റ് ചെയ്യുമ്പോൾ അത് ഡീകമ്പോസ് ചെയ്ത് Zn2+ ഉണ്ടായി, അത് ലാറ്റിസിൽ കയറി ഇരിക്കുന്ന നിമിത്തം യെല്ലോ കളർ കിട്ടും. ഇവിടെ ഫെറസ് ഓക്സൈഡിനെ ഹീറ്റ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്, ഫെറസ് ഓക്സൈഡിനെ ഹീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അവിടെ ചില ഫെറസ് അയോൺസ് മിസ്സിങ് ആവും. ചില ഫെറസ് അയോൺസ് ലാറ്റിസിൽ നിന്ന് വേക്കൻസി. ഈ ലാറ്റിസിൽ നിന്ന് Fe2+ ഈ ഒരു കാറ്റയോൺ മിസ്സിങ് ആണ്, കാറ്റയോൺ വേക്കൻസി. അപ്പം മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ് ഉണ്ടാവും. ഓക്കെ, പകരം ഈ അടുത്തിരിക്കുന്ന ഈ Fe2+, Fe3+ ആയിട്ട് മാറും. അപ്പോൾ ഒരെണ്ണം കൂടി. ഇതിൽ 2 എണ്ണമാണ് മിസ്സായത്, 2+ ആണ് മിസ്സായത്. ഇത് 3+ ആകുന്നതിലൂടെ ഒന്നുകൂടി ഇതും 3+ ആവും. തൊട്ടടുത്തിരിക്കുന്ന വേറൊരു ഫെറസ് അയോണും കൂടെ ഫെറിക് ആവും, Fe3+ ആവും. അപ്പോൾ 2 പേര് ഓരോന്ന് വീതം വർദ്ധിപ്പിച്ചപ്പോൾ മൊത്തം 2 കൂടിയില്ലേ? ഇവിടെ നഷ്ടപ്പെട്ടു പോയ 2 പ്ലസ് ചാർജിന് പകരം ഒന്ന് ഇവിടെയും കൂടി, ഒന്ന് ഇവിടെയും കൂടി, ചാർജ് ബാലൻസ്. ഇങ്ങനെയാണ് മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ് ഉണ്ടാകുന്നത്. ലാറ്റിസിൽ നിന്ന് കാറ്റയോൺസ് മിസ്സിങ് ആവും,
കാറ്റയോൺസ് മിസ്സിംഗ് ആവുന്ന നിമിത്തം മെറ്റൽ ഡെഫിഷ്യൻസി ഉണ്ടാവും. ചാർജ് എങ്ങനെ ബാലൻസ് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നെയ്ബറിംഗ് കാറ്റയോൺസ് ചാർജ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് തൊട്ടടുത്ത ബാലൻസിലേക്ക് മാറി അതിന്റെ ചാർജ് ന്യൂട്രലൈസ് ചെയ്തെടുക്കും. അപ്പോൾ ഫെറസ് ഓക്സൈഡിനെ ഹീറ്റ് ചെയ്യുമ്പോൾ ഇതാ സംഭവിക്കുന്നത്. ചാർജ് അവിടെ ബാലൻസ് ചെയ്തു, പക്ഷേ ചാർജ് ബാലൻസ് ചെയ്ത് കഴിഞ്ഞാലും അവിടെ അയൺ ആറ്റംസിന്റെ എണ്ണം അല്ലെങ്കിൽ അയോൺസിന്റെ എണ്ണത്തിൽ കുറവ് തന്നെ ഉണ്ടാവും. കാര്യം ഒരു Fe2+ പോയി, ആ ചാർജിനെ മറ്റ് രണ്ടുപേര് ചേർന്ന് ബാലൻസ് ചെയ്തു. പക്ഷേ ആ Fe2+ എന്ന് പറയുന്ന Fe എന്ന് പറയുന്ന അയൺ മെറ്റൽ അവിടെ ഡെഫിഷ്യന്റ് തന്നെയാണ്. അതുകൊണ്ട് ഫെറസ് ഓക്സൈഡിന്റെ കറക്റ്റ് സ്റ്റോഷിയോമെട്രിക് ഫോർമുല FeO എന്നാണ് വരേണ്ടത്, 1:1 ആണ്. പക്ഷേ ആക്ച്വലി അത് Fe.96O എന്നാണ്. മീൻസ് 1:1 എന്ന് പറയുന്ന റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഫെറസ് ഓക്സൈഡിൽ 4% ഫെറസ് അയോണിന്റെ കുറവ് വന്നിട്ടുണ്ട്, മിസ്സിംഗ് ആയിപ്പോയി. ഫെറസ് അയോൺ ചിലത് എസ്കേപ്പ് ചെയ്ത് പോയില്ലേ. ചാർജൊക്കെ അടുത്തിരിക്കുന്നവർ ബാലൻസ് ചെയ്തു. എനിവേ ചാർജ് ബാലൻസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഫെറസ് അയോണിന്റെ എണ്ണത്തിൽ കുറവ് വന്നിട്ടുണ്ട്. 4% കുറഞ്ഞു, കണ്ടോ, 0.96 ആയിട്ട് കുറഞ്ഞു. Fe100 O100 100 എന്നുള്ള 1:1 എന്ന റേഷ്യോയിലായിരുന്നു. അത് O1 തന്നെയുണ്ട്, പക്ഷേ Fe ഇപ്പം 0.96 ഉള്ളൂ. മീൻസ് 4% ഫെറസ് അയോൺസ് അവിടെ വേക്കൻ്റ് ആണ്. മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ് നിമിത്തമാണ് അതിൻ്റെ സ്റ്റോഷിയോമെട്രിക് ഫോമിൽ ഇങ്ങനെ ചേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞ നോൺ സ്റ്റോഷിയോമെട്രിക് പോയിന്റ് ഡിഫക്ട്സ് ഏതൊക്കെയാണ്? മെറ്റൽ എക്സസ് ഡിഫക്റ്റും മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റും. മെറ്റൽ എക്സസ് ഡിഫക്റ്റ് എങ്ങനെ ഉണ്ടാവും? മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ഡ്യൂ ടു ആനിയോൺ വേക്കൻസി, പക്ഷേ അവിടെ പകരം ഇലക്ട്രോൺ വരും, അത് എഫ് സെൻറ്റർ. ആൻഡ് ഡ്യൂ ടു ഇൻഡസ്ട്രീഷ്യൽ കാറ്റയോൺ, ഒരു എക്സ്ട്രാ കാറ്റയോൺ വന്നു കഴിഞ്ഞാലും അധികം വന്നാലും മെറ്റൽ എക്സസ് ഉണ്ടാവും. ഇവിടെ പക്ഷേ ഒന്നേ ഉള്ളൂ, മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ് ഒന്നേ ഉള്ളൂ, ഡ്യൂ ടു കാറ്റയോൺ വേക്കൻസി. ഇവിടെ അധികമായിട്ട് ഒരു നെഗറ്റീവ് അയോൺ കയറി വന്നാലും മെറ്റൽ ഡെഫിഷ്യൻസി ഉണ്ടാവില്ലേ? പക്ഷെ അങ്ങനെ വരാനുള്ള സാധ്യത വളരെ റെയറാണ്. ബിക്കോസ് ആനിയോൺ ബിഗറാണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്, ആനിയോണിന്റെ സൈസ് വലുതാണ്. അപ്പോൾ ലാറ്റിസിനകത്ത് ഒരു നെഗറ്റീവ് അയോൺ പുറത്തുനിന്ന് എവിടെന്നെങ്കിലും കയറി ഇടയ്ക്ക് കയറി വരാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് ഇന്റർസ്റ്റീഷ്യൽ ആനയോൺ അങ്ങനെ വരാറില്ല. വന്നിരുന്നെങ്കിൽ അങ്ങനെയും മെറ്റൽ ഡെഫിഷ്യൻസി ഉണ്ടായേനെ, പക്ഷെ അത് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല. മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ് ഒറ്റ തരത്തിലേ ഉണ്ടാവും, ഏതാണ്? ഡ്യൂ ടു കാറ്റയോൺ വേക്കൻസി. ഓക്കെ, അതിന് എക്സാമ്പിൾ ഫെറസ് ഓക്സൈഡിനെ ഹീറ്റ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്. ആ എക്സാമ്പിൾസ് ഇമ്പോർട്ടൻ്റ് ആണ്, മറന്നു പോകരുത്. ഓക്കെ, ഇനി ഇപ്പോൾ നമ്മൾ ക്രിസ്റ്റലിൻ്റെ പെർഫെക്റ്റ് പീരിയോഡിക് അറേഞ്ച്മെന്റ് ഉണ്ടാകുന്ന എന്ത് ഡീവിയേഷനെയും ക്രിസ്റ്റൽ ഡിഫക്റ്റ് എന്ന് വിളിക്കുമെന്ന് പറഞ്ഞു. ക്രിസ്റ്റൽ ഡിഫക്റ്റിനെ കുറിച്ച് പഠിക്കുകയും ചെയ്തു. 2 ടൈപ്പ് ക്രിസ്റ്റൽ ഡിഫക്റ്റ്, സ്റ്റോഷിയോമെട്രിക്, അതിൽ 2 ഷോട്ട്കി ഫ്രങ്കൽ, പിന്നെ നോൺ സ്റ്റോഷിയോമെട്രിക്, അതിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇതല്ലാതെ ഒരു ടൈപ്പ് ക്രിസ്റ്റൽ ഡിഫക്റ്റും കൂടെ ഉണ്ടാവാറുണ്ട്, അതിന് ഇമ്പ്യൂരിറ്റി ഡിഫക്ട്സ് എന്നാണ് പറയുന്നത്. ടെക്സ്റ്റിൽ ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്ത് പോയിട്ടുണ്ട്. അതെന്താ? അത് വേറെ ഒന്നുമല്ല, നമ്മളിപ്പോൾ ഒരു ക്രിസ്റ്റലിനെ വേറൊരു കോമ്പൗണ്ടിൻ്റെ പ്രസൻസിൽ ഹീറ്റ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ സോഡിയം ക്ലോറൈഡിനെ NaCl, Na+Cl- ആണ് ലാറ്റിസിനകത്തുള്ള അയോൺസ്. സ്ട്രോൺഷ്യം ക്ലോറൈഡിൻ്റെ പ്രസൻസിൽ SrCl2ൻ്റെ പ്രസൻസിൽ ഹീറ്റ് ചെയ്താൽ എങ്ങനെ? സി ദിസ് വൺ. സോഡിയം ക്ലോറൈഡിനെ സ്ട്രോൺഷ്യം ക്ലോറൈഡിന്റെ പ്രസൻസിൽ ഹീറ്റ് ചെയ്താൽ സംഭവിക്കുന്നത് ചില സോഡിയം അയോൺസ് ചാടിപ്പോവും ലാറ്റിസിൽ നിന്ന്. ഒരു Na+Cl- വീണ്ടും Na+Cl- അങ്ങനെ ഇരിക്കുകയാണ്. ചിലയിടത്തുനിന്ന് Na+ ചാടിപ്പോവും. അങ്ങനെ 2 Na+ ചാടി പോകുമ്പോൾ അവിടെ പകരം ആര് വരും? ഒരു സ്ട്രോൺഷ്യം കയറി വരും. കാര്യം Na+ന് ഒരു പ്ലസ്സേ ഉള്ളൂ, ഒരെണ്ണം പോയാൽ പകരം വരില്ല. 2 Na+ ലാറ്റിസിൽ മിസ്സാകുമ്പോൾ ഒരു Sr2+ അവിടെ കയറി വരും. ഏതെങ്കിലും ഒരിടത്ത് വരും, 2 വേക്കൻസി ഉണ്ട്, അതിൽ എവിടെയെങ്കിലും ഒരിടത്ത് വരും. അപ്പോൾ സോഡിയം അയോൺസ് പോയിട്ട് പുതിയൊരു സ്ട്രോൺഷ്യം എന്ന് പറയുന്ന ആ ലാറ്റിസിൽ ഇല്ലാതിരുന്ന പുതിയൊരു അയോൺ അവിടെ വന്നു. ഇതിനെയാണ് നമ്മൾ ഇമ്പ്യൂരിറ്റി ഡിഫക്റ്റ് എന്ന് പറയുന്നത്. ഇമ്പ്യൂരിറ്റി ഡിഫക്റ്റ്. ഇതുവരെയും നമ്മൾ പറഞ്ഞത് നിലവിലുണ്ടായിരുന്ന അയോൺസ്, പോസിറ്റീവ് നെഗറ്റീവ് അയോൺസ്, അതിൽ ഏതെങ്കിലും ഒന്ന് കാണാനില്ല, ഏതെങ്കിലും ഒന്ന് അധികം വന്നു, അങ്ങനെയൊക്കെ ആയിരുന്നു. പുറത്തുനിന്ന് ആരും വന്നിരുന്നില്ല. പക്ഷേ ഇവിടെ പുറത്തുനിന്നാണ് വന്നത്. സോഡിയം ക്ലോറൈഡിന്റെ ലാറ്റിസിൽ Na+Cl- അയോൺസ് അല്ലേ പെർമിറ്റഡ് ആയിട്ടുള്ളത്. അതിൽ Na+ പോയിട്ട് പകരം വന്നതാരാ? സ്ട്രോൺഷ്യം ക്ലോറൈഡ്. സ്ട്രോൺഷ്യം ക്ലോറൈഡിന്റെ പ്രസൻസിൽ ഹീറ്റ് ചെയ്താലാണ് സംഭവിക്കുക. സോഡിയം ക്ലോറൈഡിന്റെ ലാറ്റിസിന്റെ ഇടയ്ക്ക് മുറയ്ക്കൊക്കെ സ്ട്രോൺഷ്യം അയോൺ കയറിയിരിക്കും. അപ്പോൾ ഉണ്ടാകുന്നതാണ് ഇമ്പ്യൂരിറ്റി ഡിഫക്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ഡിഫക്റ്റ് കൂടി ഉണ്ടാവാറുണ്ട്, അതുകൂടി ഓർത്ത് ചെയ്യുക. ഡോപ്പ് ചെയ്യുമ്പോഴത്തേക്ക് സംഭവിക്കുന്നത് ഇതാണ്. സിലിക്കൺ ജെർമേനിയം ക്രിസ്റ്റൽസിന്റെ ഡോപ്പിംഗ് നമ്മൾ പഠിച്ചിട്ടില്ല. ഇമ്പ്യൂരിറ്റി ചേർത്ത് ഡോപ്പ് ചെയ്യുമ്പം അവിടെ ഉള്ള ആറ്റത്തെ മാറ്റി പകരം ഇമ്പ്യൂരിറ്റി ആറ്റം കയറിയിരിക്കും. അതൊക്കെ ഇമ്പ്യൂരിറ്റി ഡിഫക്ട്സിന് എക്സാമ്പിളാണ്. അപ്പോൾ അതും കൂടി ജസ്റ്റ് ഓർത്തേക്കുക. ദാറ്റ്സ് ഓൾ അബൌട്ട്
ക്രിസ്റ്റൽ ഇംപെർഫെക്ഷൻസ് അല്ലെങ്കിൽ ക്രിസ്റ്റൽ ഡിഫക്ട്സ്, ആ ഒരു സെക്ഷൻ നമ്മൾ കഴിഞ്ഞു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളൊരു മേഖലയാണിത്. അപ്പോൾ ക്രിസ്റ്റൽ ഇംപെർഫെക്ഷൻസ് എന്ന് പറയുന്ന സെക്ഷൻ കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് എന്ന് പറയുന്ന ഒരു സെക്ഷനോട് ആകുമ്പോൾ ഈ ചാപ്റ്റർ വൈൻഡ് അപ്പ് ചെയ്യാൻ പറ്റും. പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സിൽ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസും മാഗ്നറ്റിക് പ്രോപ്പർട്ടീസും ആണുള്ളത്. അപ്പോൾ എന്തായാലും വീഡിയോ കട്ടായ സ്ഥിതിക്ക് ഇത് ഇത്രയും ഇവിടെ വെച്ച് നമുക്ക് കട്ട് ചെയ്യാം. ഇനി പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് അടുത്തൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് പറയാം. ഓക്കെ, യെസ്, നെക്സ്റ്റ് വീഡിയോ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ്. അതിൽ ആദ്യത്തേത് ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ്. സോളിഡ്സിൻ്റെ 2 പ്രോപ്പർട്ടീസാണ് നമുക്ക് പഠിക്കാനുള്ളത്, ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസും മാഗ്നറ്റിക് പ്രോപ്പർട്ടീസും. ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസിനെ ബേസ് ചെയ്ത് സോളിഡ്സിനെ 3ആയി ക്ലാസിഫൈ ചെയ്യാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കണ്ടക്ടേഴ്സ് വൈദ്യുതിയെ കടത്തിവിടുന്നവ, സെമി കണ്ടക്ടേഴ്സ് വൈദ്യുതിയെ കടത്തിവിടാത്തവ, ഇൻസുലേറ്റേഴ്സ് സെമി കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ വൈദ്യുതിയെ പാർഷ്യലായിട്ട് കടത്തിവിടുന്നവ, ഇൻസുലേറ്റേഴ്സ് വൈദ്യുതിയെ കടത്തിവിടാത്തവ. ഇങ്ങനെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കണ്ടക്ടിവിറ്റിയെ ബേസ് ചെയ്തിട്ടാണ്. ഒരു തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, ഇതിൻ്റെ കണ്ടക്ടിവിറ്റി റേഞ്ച് എഴുതാൻ പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കണ്ടക്ടേഴ്സിൻ്റെ കണ്ടക്ടിവിറ്റി 10⁴ ഓം ഇൻവേഴ്സ് മീറ്റർ ഇൻവേഴ്സ് ടു 10⁻⁷ ഓം ഇൻവേഴ്സ് മീറ്റർ ഇൻവേഴ്സ് വരെയാണ്. 10⁴ മുതൽ 10⁷ വരെ കണ്ടക്ടേഴ്സാണ്. ഓം ഇൻവേഴ്സ് മീറ്റർ ഇൻവേഴ്സ് ആണ് അതിൻ്റെ യൂണിറ്റ്. കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ അതിന് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാനുള്ള ഒരു കഴിവ് തന്നെയാണ്. ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഇലക്ട്രോ കെമിസ്ട്രിയിൽ പഠിക്കും. തൽക്കാലം ഇങ്ങനെ ഓർത്തിരിക്കുക, കണ്ടക്ടേഴ്സിൻ്റെ കണ്ടക്ടിവിറ്റി 10⁻⁴ ഓം ഇൻവേഴ്സ് മീറ്റർ ഇൻവേഴ്സ് ടു 10⁻⁷ ഓം ഇൻവേഴ്സ് മീറ്റർ ഇൻവേഴ്സ് വരെയാണ്. പക്ഷേ സെമി കണ്ടക്ടേഴ്സിനാകുമ്പോഴത്തേക്ക് കുറച്ച് കുറവാണ്, ഇത്രയില്ല. 10⁻⁻⁶ ഓം ഇൻവേഴ്സ് മീറ്റർ ഇൻവേഴ്സ് മുതൽ 10⁻⁴ ഓം ഇൻവേഴ്സ് മീറ്റർ ഇൻവേഴ്സ് വരെയാണ്. ഇതിൻ്റെ ലോവർ റേഞ്ചാണ് ഇതിൻ്റെ സെമി കണ്ടക്ടേഴ്സിൻ്റെ അപ്പർ റേഞ്ച്. കണ്ടക്ടറിൻ്റെ ലോവർ റേഞ്ച് 10⁻⁴ ആണ്, അപ്പർ റേഞ്ച് 10⁻⁷ ആണ്. സെമി കണ്ടക്ടേഴ്സിൻ്റെ അപ്പർ റേഞ്ച് ഇതിൻ്റെ ലോവർ റേഞ്ചാണ് 10⁻⁴ ഓം ഇൻവേഴ്സ് മീറ്റർ ഇൻവേഴ്സ്. അതിൻ്റെ ലോവർ റേഞ്ച് 10⁻⁻⁶ ഓം ഇൻവേഴ്സ് മീറ്റർ ഇൻവേഴ്സ് ആണ്. ഇനി ഇൻസുലേറ്റേഴ്സ് എന്ന് വെച്ചാൽ നമുക്കറിയാം വൈദ്യുതി ഒട്ടും കടത്തിവിടത്തില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ കണ്ടക്ടിവിറ്റി വളരെ പൂറായിരിക്കും. 10⁻⁻20 ഓം ഇൻവേഴ്സ് മീറ്റർ ഇൻവേഴ്സ് മുതൽ 10⁻⁻10 ഓം ഇൻവേഴ്സ് മീറ്റർ ഇൻവേഴ്സ് വരെയാണ്. ഒരു തവണ അത് എഴുതാനായിട്ട് ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് അതിങ്ങനെ പറഞ്ഞത്, അല്ലാതെ വലിയ ഇമ്പോർട്ടൻസ് എന്നുള്ള കാര്യമല്ല. ഇനി മറ്റൊരു പ്രത്യേകത, ഇതിനകത്തുള്ള വാലൻസ് ബാൻഡിൻ്റെയും കണ്ടക്ഷൻ ബാൻഡിൻ്റെയും സ്റ്റേറ്റാണ്. എന്താണ് വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും എന്ന് വെച്ചാൽ, ഒരു സോളിഡിനകത്ത് നമുക്കറിയാം കോൺസ്റ്റിറ്റ്യൂവൻ്റ് ആറ്റംസ് എന്തായാലും കാണുമല്ലോ, അല്ലേ? ഒരുപാട് ആറ്റംസ് കാണും. അതിനകത്ത് കോൺസ്റ്റിറ്റ്യുവൻസ് എന്ന് പറയുന്നത് ആറ്റംസ് ആകാം, മോളിക്യൂൾ ആകാം, അയോൺ ആകാം, എന്ത് തന്നെ ആയാലും അതിൻ്റെ അൾട്ടിമേറ്റ് ആറ്റം ആണല്ലോ. അപ്പോൾ സോളിഡിനകത്ത് കോൺസ്റ്റിറ്റ്യൂവൻ്റ് ആറ്റംസ് കാണും. ഈ ആറ്റംസിൻ്റെ ഓർബിറ്റലിനെ നമ്മൾ അറ്റോമിക് ഓർബിറ്റൽസ് എന്ന് പറയും. ഈ അറ്റോമിക് ഓർബിറ്റലുകൾ കൂടിച്ചേർന്ന് മോളിക്കുലാർ ഓർബിറ്റൽ ഉണ്ടാവും, നമ്മൾ പഠിച്ചിട്ടില്ലേ? കഴിഞ്ഞ വർഷം σ1, σ*1, σ2s എന്നൊക്കെ പറഞ്ഞ് പഠിച്ച ഓർമ്മയുണ്ടോ? നമ്മളവിടെ പഠിച്ചത് ഡയാറ്റോമിക് മോളിക്യൂളാണ്. 2 ആറ്റങ്ങൾ ചേർന്ന് മോളിക്യൂൾ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്നതാണ് പഠിച്ചത്, അല്ലേ? ഓക്സിജന്റെ 2 ആറ്റങ്ങൾ ചേർന്ന് O2 മോളിക്യൂൾ ഫോം ചെയ്യുമ്പോൾ σ1, σ*1 എന്ന് പറഞ്ഞിട്ട് എഴുതി അതിനകത്ത് ഇലക്ട്രോൺസ് ഫില്ല് ചെയ്ത് വെച്ചു, നമ്മൾ വരച്ചു വെക്കുകയും ചെയ്തു ഓർബിറ്റൽസ്. അവിടെ 2 അറ്റോമിക് ഓർബിറ്റലേ ചേർന്നുള്ളൂ. പക്ഷേ ഒരു സോൾഡിനകത്ത് ഇഷ്ടം പോലെ ആറ്റംസ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ എല്ലാം കൂടെ അറ്റോമിക് ഓർബിറ്റലുകൾ തമ്മിൽ ചേരുമ്പോൾ ഒരുപാട് മോളിക്കുലാർ ഓർബിറ്റൽസ് ഉണ്ടാവും. ബാൻഡ് ഓഫ് മോളിക്കുലാർ ഓർബിറ്റൽസ് എന്നാണ് അതിനെ വിളിക്കുന്നത്. കുറേ ആറ്റംസ് ഇങ്ങനെ കൂടിച്ചേരുമ്പോൾ അവയുടെ ഓർബിറ്റലെല്ലാം കൂടെ കൂടിച്ചേർന്ന് ബാൻഡ് ഓഫ് മോളിക്കുലാർ ഓർബിറ്റൽസ് ഫോം ചെയ്യും. ആ മോളിക്കുലാർ ഓർബിറ്റൽസിൽ എല്ലാ ഇലക്ട്രോൺസ് കാണില്ല. കുറേ മോളിക്കുലാർ ഓർബിറ്റൽ വരെ ഇലക്ട്രോൺസ് കാണും, ബാക്കിയുള്ളത് ഇലക്ട്രോൺ ഇല്ലാതിരിക്കുകയായിരിക്കും ചെയ്യുന്നത്. ഏത് ഓർബിറ്റൽ വരെയാണോ ഇലക്ട്രോൺസ് ഉള്ളത് അതുവരെ ആ ബാൻഡിനെ, ഇലക്ട്രോൺസ് ഒക്കുപ്പൈ ചെയ്യുന്ന ബാൻഡിനെ വിളിക്കുന്ന പേര് വാലൻസ് ബാൻഡ് എന്നാണ്. അതുവരെയാണ് ഇലക്ട്രോൺ പെർമിറ്റഡ് ആയിട്ടുള്ളത്, അതുവരെ ഇലക്ട്രോൺ കാണപ്പെടാൻ പാടുള്ളൂ എന്നാണ്. അതിൻ്റെ മുകളിലുള്ള ഓർബിറ്റൽസിൽ, ബാക്കിയുള്ള ഓർബിറ്റൽസിൽ, മുകളിലോട്ട് എനർജി ഉള്ള ഓർബിറ്റൽസിലൊന്നും ഇലക്ട്രോൺ കാണില്ല. ആ ഓർബിറ്റൽസിൻ്റെ കൂട്ടത്തെ കണ്ടക്ഷൻ ബാൻഡ് എന്ന് പറയും. മനസ്സിലായോ? ഒരു സോൾഡിനകത്ത് കോൺസ്റ്റിറ്റ്യൂവൻ്റ് ആറ്റംസ് ഉണ്ടെന്ന് നമുക്കറിയാം. ഈ ആറ്റങ്ങളുടെ ഓർബിറ്റലുകൾ പരസ്പരം കൂടിച്ചേർന്ന് മോളിക്കുലാർ ഓർബിറ്റലുകൾ ഉണ്ടാവുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇങ്ങനെ കുറേ മോളിക്കുലാർ ഓർബിറ്റൽ, തൊട്ടടുത്ത് എനർജി ചെറിയ ചെറിയ ഡിഫറൻസ് മാത്രമുള്ള കുറേ മോളിക്കുലാർ ഓർബിറ്റലുകൾ ഉണ്ടാവും. അത്തരത്തിൽ ഇലക്ട്രോൺ, ആ ഒരു സോൾഡിനകത്ത് ഉള്ള മോളിക്കുലാർ ഓർബിറ്റൽസിൽ വെച്ച് ഇലക്ട്രോൺ കാണപ്പെടുന്ന ഏറ്റവും ഉയർന്ന മോളിക്കുലാർ ഓർബിറ്റൽസ് ചേർന്ന ബാൻഡിനെ വിളിക്കുന്ന പേര് വാലൻസ് ബാൻഡ് എന്നാണ്.
ഇലക്ട്രോൺസിനെ പെർമിറ്റ് ചെയ്തേക്കുന്ന ഏറ്റവും മുകളിലുള്ള ബാൻഡ് ഓഫ് ഓർബിറ്റൽസിനെ വിളിക്കുന്ന പേര് വാലൻസ് ബാൻഡ് എന്നാണ്. ഇനി ബാക്കി മുകളിലോട്ടുള്ള ഓർബിറ്റൽസിൽ ഇലക്ട്രോൺ കാണില്ല, അതിനെ കണ്ടക്ഷൻ ബാൻഡ് എന്നും പറയും. ഈ കണ്ടക്ഷൻ ബാൻഡിൽ ഇലക്ട്രോൺ ഇല്ല, പക്ഷെ എങ്ങനെയെങ്കിലും ഇലക്ട്രോൺ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ അത് ഫ്രീ ഇലക്ട്രോൺസിനെ പോലെ ബിഹേവ് ചെയ്യും. കാര്യം അത് ന്യൂക്ലിയർ പുള്ളിൻ്റെ പുറത്തായിരിക്കും. വാലൻസ് ബാൻഡ് വരെ മാത്രമേ ന്യൂക്ലിയസിൻ്റെ പുള്ളി വരൂ, അതിന് പുറത്താണ് കണ്ടക്ഷൻ ബാൻഡ്. അവിടെ എത്തിപ്പെട്ടാൽ അതിന് ഫ്രീ ആയിട്ട് കണ്ടക്ട് ചെയ്യാൻ പറ്റും. അതാണ് അതിൻ്റെ പ്രത്യേകത. ഇനി കണ്ടക്ടേഴ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ വാലൻസ് ബാൻഡ്, ഇലക്ട്രോൺസ് കാണപ്പെടുന്ന വാലൻസ് ബാൻഡും തൊട്ട് മുകളിലുള്ള കണ്ടക്ഷൻ ബാൻഡും ഓവർലാപ്പ്ഡ് ആണ്. ഇതാ ഇങ്ങനെ വാലൻസ് ബാൻഡിന് നേരെ മീതെ കണ്ടക്ഷൻ ബാൻഡ് ഓവർലാപ്പ് ചെയ്തേക്കാണ്. രണ്ടും തമ്മിൽ അതിരൊന്നുമില്ല. വാലൻസ് ബാൻഡിന് മീതെ കൂടെ കണ്ടക്ഷൻ ബാൻഡ് ഇങ്ങനെ ഓവർലാപ്പ് ചെയ്ത് അതിവ്യാപനം ചെയ്ത് കിടക്കുകയാണ്. അതുകൊണ്ടുള്ള പ്രത്യേകത എന്താ? വാലൻസ് ബാൻഡിലുള്ള ഇലക്ട്രോൺസിന് പ്രത്യേകിച്ച് എനർജിയൊന്നും ആവശ്യമില്ല, ഇല്ലാതെ തന്നെ വളരെ പെട്ടെന്ന് അതിന് കണ്ടക്ഷൻ ബാൻഡിലേക്ക് ചാടിപ്പോകാൻ പറ്റും. അതുകൊണ്ടാണ് അത് നല്ല കണ്ടക്ടേഴ്സായിട്ട് ആക്ട് ചെയ്യുന്നത്. ബാൻഡ് തിയറിയാണ് ഞാൻ ഈ പറയുന്നത്. ഓക്കെ, ഇപ്പോൾ കണ്ടക്ടേഴ്സിൻ്റെ പ്രത്യേകത എന്താ? അതിൻ്റെ കണ്ടക്ടിവിറ്റി ഏത് റേഞ്ച് വരും? 10⁴ ഓം ഇൻവേഴ്സ് മീറ്റർ ഇൻവേഴ്സ് ടു 10⁷ ഓം ഇൻവേഴ്സ് മീറ്റർ ഇൻവേഴ്സ് വരെ വരും. പിന്നെ അതിൻ്റെ മറ്റൊരു പ്രത്യേകത, അതിനുള്ളിൽ വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും ഓവർലാപ്പ്ഡ് ആണ്. എന്താണ് വാലൻസ് ബാൻഡ് എന്നും കണ്ടക്ഷൻ ബാൻഡ് എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ. ഒരു സോൾഡിനകത്തുള്ള മോളിക്കുലാർ ഓർബിറ്റൽസിൽ വെച്ച് ഇലക്ട്രോൺ കാണപ്പെടുന്ന ഏറ്റവും ഔട്ടർ മോസ്റ്റ് ഓർബിറ്റലാണ് വാലൻസ് ബാൻഡ്. അതിന് പുറത്തുള്ള ഓർബിറ്റലാണ് കണ്ടക്ഷൻ ബാൻഡ്. ഇത് തമ്മിൽ ഓവർലാപ്പ്ഡ് ആയിരിക്കുന്നത് കൊണ്ട് ഇലക്ട്രോണുകൾക്ക് ഈസി ആയിട്ട് കണ്ടക്ഷൻ ബാൻഡിൽ എത്തിപ്പെടാനും അത് ഫ്രീ ഇലക്ട്രോൺസിനെ പോലെ ബിഹേവ് ചെയ്യുകയും കണ്ടക്ട് ചെയ്യുകയൊക്കെ ചെയ്യും. അതാണ് കണ്ടക്ടേഴ്സിൻ്റെ പ്രത്യേകത. ഇനി സെമി കണ്ടക്ടേഴ്സിൻ്റെ കണ്ടക്ടിവിറ്റി റേഞ്ച് കുറവാണെന്ന് ഞാൻ പറഞ്ഞു. 10⁻⁶ ഓം ഇൻവേഴ്സ് മീറ്റർ ഇൻവേഴ്സ് മുതൽ 10⁴ വരെ ഉള്ളൂ. അതിന് കാരണം എന്ന് വെച്ചാൽ അവിടെ ദർ ഇസ് എ നാരോ ഗ്യാപ്പ് ബിറ്റ്വീൻ ദ വാലൻസ് ബാൻഡ് ആൻഡ് കണ്ടക്ഷൻ ബാൻഡ്. വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും തമ്മിൽ ഇതാ ചെറിയൊരു നാരോ ഗ്യാപ്പ് ഉണ്ട്. VB വാലൻസ് ബാൻഡ്, CB കണ്ടക്ഷൻ ബാൻഡ്, ദർ ഇസ് എ സ്മോൾ ഗ്യാപ്പ്. സോ അതിൻ്റെ കണ്ടക്ടിവിറ്റി ഇതുപോലെ ഇത്രത്തോളം കാണില്ല. കാര്യം ഈ ഒരു ഗ്യാപ്പ്, എനർജി ഗ്യാപ്പ് ചാടിക്കിടന്നാലേ ഇലക്ട്രോൺസിന് കണ്ടക്ഷൻ ബാൻഡിൽ എത്താൻ പറ്റും. സോ ദേ ആർ കമ്പാരിറ്റീവ്ലി ബാഡ് കണ്ടക്ടേഴ്സ് ആസ് കമ്പയർഡ് ടു കണ്ടക്ടേഴ്സ്. കണ്ടക്ടേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സെമി കണ്ടക്ടേഴ്സ് കുറച്ചുകൂടി ബാഡ് കണ്ടക്ടേഴ്സാണ്. ഇനി ഇൻസുലേറ്റേഴ്സിലാണെങ്കിലോ കണ്ടക്ടിവിറ്റി വളരെ പുവറാണല്ലേ. അതിന് കാരണം ദർ ഇസ് എ ലാർജ് ഫോർബിഡൻ എനർജി ഗ്യാപ്പ്. ഫോർബിഡൻ മീൻസ് വിലക്കപ്പെട്ടത്. ഫോർബിഡൻ എനർജി ഗ്യാപ്പ് ഈസ് ദെയർ ബിറ്റ്വീൻ വാലൻസ് ബാൻഡ് ആൻഡ് കണ്ടക്ഷൻ ബാൻഡ്. വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും തമ്മിൽ ഒരു ഫോർബിഡൻ എനർജി ഗ്യാപ്പ്, വിലക്കപ്പെട്ട എനർജി ഗ്യാപ്പ് ഉണ്ട്. എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഒരു കാരണവശാലും ഇലക്ട്രോൺസ് കണ്ടക്ഷൻ ബാൻഡിൽ എത്തിപ്പെടാൻ പറ്റില്ല ഒരു വിധത്തിൽ. ഇവിടെയാണെങ്കിൽ ഏതെങ്കിലും സാധ്യത ഉണ്ട്, കാര്യം നാരോ ഗ്യാപ്പാണ്, ഇവിടെ വലിയ ഗ്യാപ്പാണ്. അതുകൊണ്ടാണ് അതിൻ്റെ കണ്ടക്ടിവിറ്റി വളരെ പൂറായിട്ടിരിക്കുന്നത്. ക്ലിയർ ആണോ? അപ്പോൾ ബാൻഡ് തിയറി വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ് വെച്ചുകൊണ്ട് സോളിഡ്സിനെ കണ്ടക്ടേഴ്സ് എന്നും സെമി കണ്ടക്ടേഴ്സ് എന്നും ഇൻസുലേറ്റേഴ്സ് എന്നും ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. എന്താണ് അത് തമ്മിലുള്ള ഡിഫറൻസ്? കണ്ടക്ടിവിറ്റിയിൽ ഡിഫറൻസ് ഉണ്ട്, ഓർത്തിരിക്കുക. 2, അതിൻ്റെ വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും തമ്മിൽ എങ്ങനെയാണ് കാണപ്പെടുന്നത് എന്ന കാര്യത്തിലും ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, ഇനി ഇത് കണ്ടക്ടേഴ്സാണ്, ഇത് സ്വാഭാവികമായി കണ്ടക്ടേഴ്സാണ്, ഇത് ഇൻസുലേറ്റേഴ്സാണ്. ഇതിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ, സെമി കണ്ടക്ടേഴ്സിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ ദർ ഇസ് എ സ്മോൾ എനർജി ഗ്യാപ്പ് ബിറ്റ്വീൻ വാലൻസ് ബാൻഡ് ആൻഡ് കണ്ടക്ഷൻ ബാൻഡ്. ചെറിയ എനർജി ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ അതെങ്ങനെ കണ്ടക്ടറായിട്ട് മാറും എന്നുള്ളതാണ്. 2 രീതിയിൽ പറ്റും. സെമി കണ്ടക്ടർ, സിലിക്കൺ ജെർമേനിയം ഒക്കെ സെമി കണ്ടക്ടറിന് എക്സാമ്പിളാണ്, നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഫിസിക്സിൽ. സിലിക്കൺ ജെർമേനിയം ഒക്കെ സെമി കണ്ടക്ടറാണ് ജെർമേനിയം. അതെങ്ങനെയാണ് കണ്ടക്ടറായിട്ട് മാറുക എന്ന് വെച്ചാൽ 2 രീതിയിലുണ്ട്. ചിലപ്പോൾ നമ്മൾ ഹീറ്റ് ചെയ്യും, സിലിക്കണിനെ അല്ലെങ്കിൽ ജെർമേനിയത്തെ എടുത്ത് ഹീറ്റ് ചെയ്യുമ്പം ഈ വാലൻസ് ബാൻഡിൽ ഇരിക്കുന്ന ഇലക്ട്രോൺസ് ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്ത് കണ്ടക്ഷൻ ബാൻഡിലേക്ക് ട്രാൻസ്ഫേർഡ് ആവും. അത് കണ്ടക്ട് ചെയ്യാൻ തുടങ്ങും. അത്തരത്തിൽ ഹീറ്റ് ചെയ്തിട്ട് കണ്ടക്ടിവിറ്റി ഉണ്ടാക്കിയാൽ, സാധാരണഗതിയിൽ സെമി കണ്ടക്ടർ അല്ല, കാര്യം ചെറുതാണെങ്കിലും ഒരു ഗ്യാപ്പ് ഉണ്ട്. പക്ഷേ ഹീറ്റ് ചെയ്യുമ്പോൾ വാലൻസ് ഇലക്ട്രോൺസ് ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്ത് കണ്ടക്ഷൻ ബാൻഡിലേക്ക് മാറാം, അങ്ങനെ കണ്ടക്ട് ചെയ്ത് തുടങ്ങാം. അത്തരത്തിൽ കണ്ടക്ടിവിറ്റി ഉണ്ടാക്കിയാൽ അതിനെ നമ്മൾ ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് പറയും. ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ. ഇൻട്രിൻസിക് മീൻസ് അതിൻ്റെ ഇൻസൈഡായിട്ട് തന്നെ കണ്ടക്ടിവിറ്റി ഉണ്ട്. നമ്മൾ അതിനെ ഒന്ന് ചൂടാക്കി ആ ഇലക്ട്രോണിനെ ജമ്പ് ചെയ്യിപ്പിച്ച് പുറകോട്ട് കണ്ടക്ഷൻ ബാൻഡിലേക്ക് മാറ്റിയെന്നേ ഉള്ളൂ. സോ ഇൻട്രിൻസിക്, പുറത്തുനിന്നൊന്നും ചേർത്തിട്ടില്ല. അതുകൊണ്ടാണ് ഇൻട്രിൻസിക് എന്ന് പറയുന്നത്. ഇനി വേറൊരു വിധത്തിൽ കൂടി നമുക്ക് കണ്ടക്ടിവിറ്റി ഇമ്പാർട്ട് ചെയ്യാം. ഡോപ്പിങ്ങിലൂടെ. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് 10ാം ക്ലാസ്സിൽ അല്ലേ? സിലിക്കണിനെയും ജെർമേനിയത്തേക്ക് എടുത്ത് ഡോപ്പ് ചെയ്യുന്നതിലൂടെ, പുറത്തുനിന്ന് ഇമ്പ്യൂരിറ്റി ആറ്റംസ് ചേർക്കുന്നതിലൂടെ
കണ്ടക്ടിവിറ്റി ഉണ്ടാവും. അതിനെ നമ്മൾ എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ എന്നും പറയും. ഓക്കെ, അപ്പോൾ സെമി കണ്ടക്ടേഴ്സിൻ്റെ കണ്ടക്ടിവിറ്റി എത്രയാണെന്ന് വെച്ചാൽ 10⁻6 to 10⁴ ഓം ഇൻവേഴ്സ് മീറ്റർ ഇൻവേഴ്സ് വരെയാണ്. അതിന് റീസൺ എന്താണെന്ന് വെച്ചാൽ ദർ ഈസ് എ നാരോ ഗ്യാപ്പ് ബിറ്റ്വീൻ വാലൻസ് ബാൻഡ് ആൻഡ് കണ്ടക്ഷൻ ബാൻഡ്. അതുകൊണ്ട് കണ്ടക്ടിവിറ്റി വളരെ കുറവാണ്, കണ്ടക്ടേഴ്സിൻ്റെ അത്രയും ഇല്ല. ഇനി എങ്ങനെ സെമി കണ്ടക്ടേഴ്സിനെ കണ്ടക്ടർ ആക്കാമെന്ന് വെച്ചാൽ എന്ത് ചെയ്യുക, ഒന്നുകിൽ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാലൻസ് ഇലക്ട്രോൺസ് കണ്ടക്ഷൻ ബാൻഡിലേക്ക് എക്സൈറ്റഡ് ആകുകയും ആൻഡ് ദ സോളിഡ്സ് ബിഗിൻ ടു കണ്ടക്ട് ഇലക്ട്രിസിറ്റി. സച്ച് കണ്ടക്ടിവിറ്റി ഈസ് കോൾഡ് ഇൻട്രിൻസിക്, അല്ലെങ്കിൽ സച്ച് സെമി കണ്ടക്ടേഴ്സ് ആർ കോൾഡ് ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ. അതല്ലെങ്കിൽ ഈ പറഞ്ഞ സിലിക്കൺ ജെർമേനിയം പോലുള്ള ക്രിസ്റ്റലിലേക്ക് പുറത്തുനിന്ന് ഇമ്പ്യൂരിറ്റി ചേർത്ത് ഡോപ്പ് ചെയ്യണം. ഇമ്പ്യൂരിറ്റി ചേർക്കുന്നതിനാണ് ഡോപ്പിംഗ് എന്ന് പറയുന്നത്. ഡോപ്പ് ചെയ്യുന്നതിലൂടെ കണ്ടക്ടിവിറ്റി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അത് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ, EXTRINSIC, എക്സ്ട്രിൻസിക്, പുറത്തുനിന്ന് ചേർക്കുന്നത് കൊണ്ട്. ഇനി ഡോപ്പിംഗ് രണ്ട് വിധത്തിൽ പറ്റും. ഒന്ന്, ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റി വെച്ച് ഡോപ്പ് ചെയ്യാം. എന്തായി ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റി? സിലിക്കണും ജെർമേനിയും ഒക്കെ ഏത് വാലൻസി ഉള്ള ക്രിസ്റ്റലാണ്? 4. കാർബൺ, സിലിക്കൺ, ജെർമേനിയം ഒക്കെ 14ാം ഗ്രൂപ്പ് മൂലകമാണ്. അതിൻ്റെ 4ആണ് അതിൻ്റെ വാലൻസി. അപ്പോൾ സിലിക്കൺ ജെർമേനിയം പോലുള്ള 4 വാലൻസി ഉള്ള ക്രിസ്റ്റലിലേക്ക് ട്രൈവാലന്റ് 3 വാലൻസി ഉള്ള 13ാം ഗ്രൂപ്പ് മൂലകങ്ങൾ, ബോറോൺ ഫാമിലിയിൽ പെടുന്ന ആഴ്സനിക്, ബോറോൺ, അലുമിനിയം, ഗാലിയം, ഇൻഡിയം, താലിയം. അപ്പോൾ ഗാലിയോ, ഇൻഡിയോ ഒക്കെ 13ാം ഗ്രൂപ്പിലുള്ള ഗാലിയോ, ഇൻഡിയോ പോലുള്ള എലമെന്റ്സ് ചേർത്താൽ എന്ത് സംഭവിക്കും? സിലിക്കൺ ജെർമേനിയം വാലൻസി 4ആണ്, അതിന് 4 ബോണ്ട് ഉണ്ടാക്കണം. പക്ഷേ സിലിക്കണിനെ മാറ്റി പകരം അവിടെ വരുന്ന ഗാലിയത്തിൻ്റെയോ ഇൻഡിയത്തിൻ്റെയോ ആറ്റത്തിൻ്റെ കയ്യിൽ 3 ഇലക്ട്രോൺ അല്ലേ ഉള്ളൂ. അപ്പോൾ 3 ബോണ്ടല്ലേ അതിനുണ്ടാക്കാൻ പറ്റൂ. സിലിക്കണിന് 4 ബോണ്ട് ഉണ്ടാക്കണം. സിലിക്കൺ ജെർമേനിയം 4 ബോണ്ട് ഉണ്ടാക്കുന്നതാണ്, വാലൻസി 4ആണ്. 4 ബോണ്ട് ഉണ്ടാക്കിയിരിക്കുകയാണ് അവിടെ. പക്ഷെ ആ സിലിക്കണിനെ മാറ്റി പകരം വരുന്ന ഗാലിയത്തിന് അല്ലെങ്കിൽ ഇൻഡിയത്തിന് 3 ബോണ്ട് ഉണ്ടാക്കാനുള്ള ഇലക്ട്രോണേ ഉള്ളൂ. അപ്പോൾ ഒരു ഇലക്ട്രോണിൻ്റെ ഡെഫിഷ്യൻസി അവിടെ ഉണ്ടാവും. ഇലക്ട്രോണിൻ്റെ ഡെഫിഷ്യൻസി, പോസിറ്റീവ് ചാർജ്, ഇലക്ട്രോണിൻ്റെ കുറവ് അവിടെ ഉണ്ടാവും. ഇലക്ട്രോൺ അധികം വന്നാൽ നെഗറ്റീവ് ചാർജ്, ഇലക്ട്രോൺ കുറവ് വന്നു കഴിഞ്ഞാൽ പോസിറ്റീവ് ചാർജ് ഉണ്ടാവും. അതിനെ ഹോൾ എന്ന് വിളിക്കും. ആ ഇലക്ട്രോൺ ഡെഫിഷ്യൻസിയെ വിളിക്കുന്ന പേരാണ് ഹോൾ, HOLE, ഹോൾ, പോസിറ്റീവ് ചാർജ്. അത് കണ്ടക്ട് ചെയ്യും. എന്ത് ചെയ്തു? സിലിക്കണിനെ മാറ്റി പകരം ഗാലിയം വന്നു, ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റി ആയ ഗാലിയം വന്നു. അപ്പോൾ അവിടെ ഒരു ഇലക്ട്രോണിന്റെ കുറവ് അനുഭവപ്പെട്ടു, ഹോൾ ഉണ്ടായി, പോസിറ്റീവ് ചാർജ് ഉണ്ടായി. അത് കണ്ടക്ട് ചെയ്യാൻ തുടങ്ങും. ആ പോസിറ്റീവ് ചാർജ് കണ്ടക്ട് ചെയ്യാൻ തുടങ്ങും. അതിന് നമ്മൾ പോസിറ്റീവ് ടൈപ്പ് കണ്ടക്ടർ എന്ന് പറയും, P ടൈപ്പ് സെമി കണ്ടക്ടർ. പോസിറ്റീവ് ടൈപ്പിന്റെ മറ്റൊരു പേരാണ് P, ചെറിയ P ഇട്ടിട്ട് ടൈപ്പ്, P ടൈപ്പ് സെമി കണ്ടക്ടർ. അത് ഏത് വരുമ്പോഴാണ് ഉണ്ടാകുന്നത്? ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റി. നിങ്ങൾ ആലോചിച്ചാൽ മതി. സിലിക്കണിനും ജെർമേനിയത്തിൽ 4 ഇലക്ട്രോൺ ഉണ്ട്. അത് 4 വാലൻസി ഉള്ളതാണ്, 4 ബോണ്ട് ഉണ്ടാക്കുന്നതാണ്. അതിലേക്ക് ട്രൈവാലന്റ് ചെന്ന് കഴിഞ്ഞാൽ അവിടെ അതിൻ്റെ കയ്യിൽ 3 ബോണ്ടേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു ബോണ്ട് ഉണ്ടാക്കാനുള്ള ഇലക്ട്രോൺ ഇല്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ പോസിറ്റീവ് ചാർജ് ഉണ്ടാവും, അല്ലെ? ഒരു ഇലക്ട്രോണിന്റെ കുറവ് അനുഭവപ്പെടും, പോസിറ്റീവ് ചാർജ് ഉണ്ടാവും. അതാണ് പോസിറ്റീവ് ടൈപ്പ് അല്ലെങ്കിൽ P ടൈപ്പ് സെമി കണ്ടക്ടർ. ഇനി പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റി വെച്ച് ഡോപ്പ് ചെയ്താലോ? എന്താ പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റി? 5ാം ഗ്രൂപ്പ് മൂലകങ്ങൾ, 15ാം ഗ്രൂപ്പ് മൂലകങ്ങൾ. ഏതൊക്കെയത്? ആഴ്സനിക്, ആന്റിമണിയൊക്കെ നൈട്രജന്റെ ഫാമിലിയിൽ വരുന്ന 15ാം ഗ്രൂപ്പിലുള്ള ആഴ്സനിക്കോ ആന്റിമണിയോ വെച്ച് ഡോപ്പ് ചെയ്താൽ സിലിക്കണിനെ അല്ലെങ്കിൽ ജെർമേനിയത്തെ മാറ്റി പകരം വരുന്നത് ആഴ്സനിക് അല്ലെങ്കിൽ ആന്റിമണിയാണ്. ആണോ? അതിന്റെ കയ്യിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 5 ഇലക്ട്രോൺ. 15ാം ഗ്രൂപ്പല്ലേ, 5 ഇലക്ട്രോൺ കാണും. അപ്പം 4 ഇലക്ട്രോൺ ബോണ്ട് ചെയ്യാൻ ഉപയോഗിക്കും. അതും കഴിഞ്ഞിട്ട് പിന്നെ ഒരു എക്സ്ട്രാ ഇലക്ട്രോൺ കൂടെ അവിടെ വരില്ലേ? സിലിക്കണിനെ മാറ്റിയിട്ട് പകരം ആഴ്സനിക്ക് വരുമ്പോൾ അതിന് 4 ബോണ്ട് ആണ് സിലിക്കൺ ഉണ്ടാക്കിയിരുന്നത്. ആ 4 ബോണ്ട് ഉണ്ടാക്കുകയും ചെയ്യും. അധികം പോയിട്ട് എല്ലാം കഴിഞ്ഞിട്ട് ഒരു എക്സ്ട്രാ ഇലക്ട്രോൺ അവിടെ അധികം വരികയും ചെയ്യും. അങ്ങനെ പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റി വരുമ്പോൾ ഓരോ ഇമ്പ്യൂരിറ്റി ആറ്റം വരുമ്പോഴും അവിടെ ഇലക്ട്രോണുകൾ, എക്സ്ട്രാ ഇലക്ട്രോണുകൾ ജനറേറ്റ് ചെയ്യപ്പെടുകയും അത് കണ്ടക്ട് ചെയ്യാൻ തുടങ്ങുകയും ചെയ്യും. അതിനെയാണ് നെഗറ്റീവ് ടൈപ്പ് സെമി കണ്ടക്ടർ അല്ലെങ്കിൽ N ടൈപ്പ് സെമി കണ്ടക്ടർ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഇപ്പൊ സെമി കണ്ടക്ടേഴ്സിൽ കണ്ടക്ടിവിറ്റി ഇമ്പാർട്ട് ചെയ്യുന്നത് 2 വിധത്തിൽ. ഒന്നുകിൽ ചുമ്മാ ഹീറ്റ് ചെയ്യുമ്പം ബാലൻസ് ഇലക്ട്രോൺ ചാടി കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോകും. അത് എന്താണ്? ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ. രണ്ടാമത്തെ വഴി ഡോപ്പ് ചെയ്യുന്നത് 2 രീതിയിൽ ഡോപ്പ് ചെയ്യാം. ഇപ്പോൾ സിലിക്കൺ ജെർമേനിയം പോലുള്ള ക്രിസ്റ്റൽസിനെ ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റി വെച്ച് ഡോപ്പ് ചെയ്താൽ ഒരു ഇലക്ട്രോണിന്റെ കുറവ് അവിടെ ഉണ്ടാവും, ഹോൾ ഉണ്ടാവും. അത് കണ്ടക്ട് ചെയ്യും. അത് P ടൈപ്പ് അല്ലെങ്കിൽ പോസിറ്റീവ് ടൈപ്പ് സെമി കണ്ടക്ടർ. അതല്ല
പെൻറ്റാവാലന്റ് ഇമ്പ്യൂരിറ്റി, ആഴ്സനിക് ആന്റിമണി പോലുള്ള പെൻറ്റാവാലന്റ് ഇമ്പ്യൂരിറ്റി വെച്ച് ഡോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാവും? എക്സ്ട്രാ ഇലക്ട്രോൺ ബോണ്ടിങ് കഴിഞ്ഞിട്ട് ഒരു എക്സ്ട്രാ ഇലക്ട്രോൺ കൂടി ഉണ്ടാവും. അത് കണ്ടക്ട് ചെയ്യാൻ തുടങ്ങും. അത് എൻ ടൈപ്പ് കണ്ടക്ടർ. അതും കൂടി ഓർത്തിരിക്കുക. നോട്ട്സിൽ അതും കൂടെ ഉണ്ടാവും, എഴുതിയെടുക്കുക. ഓക്കെ. അതുപോലെ ഈ ഞാനിപ്പോൾ തന്നിട്ടുള്ള നോട്ട്സിൽ ഒരു കുട്ടിയുടെ നോട്ട്ബുക്കിൽ നിന്ന് കോപ്പി എടുത്ത് അയക്കുന്നത്, അതിന് ഈ കണ്ടക്ടിവിറ്റി റേഞ്ച് എഴുതിയിട്ടില്ല, അതും കൂടെ എഴുതി ചേർത്തോളണം. നിങ്ങൾ നോട്ട് എഴുതിയെടുക്കുമ്പോൾ ഈ കണ്ടക്ടിവിറ്റിയുടെ റേഞ്ചും കൂടെ എഴുതി ചേർത്തോളണം. ഒരു തവണ എക്സാമിന് അത് ചോദിച്ചിട്ടുണ്ട്, അത് മറന്നു പോകരുത്. അപ്പോൾ ദാറ്റ്സ് അബൌട്ട് ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ് നമ്മൾ കഴിഞ്ഞു. ഇനി അടുത്ത് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസും കൂടെ ആകുമ്പോഴത്തേക്ക് ചാപ്റ്റർ തീരും. യെസ്, ഇനി മാഗ്നറ്റിക് പ്രോപ്പർട്ടീസിനെ ബേസ് ചെയ്ത് സോളിഡ്സിനെ എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമ്പിൾസ് അടക്കം ഇമ്പോർട്ടൻ്റ് ആണ്, അത് ശ്രദ്ധിച്ചോളാം. മാഗ്നറ്റിക് പ്രോപ്പർട്ടീസിനെ വെച്ചുകൊണ്ട് സോളിഡ്സിനെ 5 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. പാരാമാഗ്നറ്റിക് സോളിഡ്സ്, ഡയാമാഗ്നറ്റിക് സോളിഡ്സ്, ഫെറോ മാഗ്നറ്റിക് സോളിഡ്സ്, ആന്റിഫെറോ മാഗ്നറ്റിക് സോളിഡ്സ് ആൻഡ് ഫെറി മാഗ്നറ്റിക് സോളിഡ്സ്. പാരാമാഗ്നറ്റിക് സോളിഡ്സ്, ഡയാമാഗ്നറ്റിക് സോളിഡ്സ്, ഫെറോ മാഗ്നറ്റിക് സോളിഡ്സ്, ആന്റിഫെറോ മാഗ്നറ്റിക് സോളിഡ്സ് ആൻഡ് ഫെറി മാഗ്നറ്റിക് സോളിഡ്സ്. എന്താണ് പാരാമാഗ്നറ്റിക് സോളിഡ്സ് എന്ന് വെച്ചാൽ? പാരാമാഗ്നറ്റിക് സോളിഡ്സിന്റെ പ്രത്യേകത, അതിനകത്ത് അൺപെയ്ഡ് ഇലക്ട്രോൺസ് കാണും. കഴിഞ്ഞ പോലെ നമ്മൾ പഠിച്ചതാണ് പാരാമാഗ്നറ്റിക്. അവ അൺപെയ്ഡ് ഇലക്ട്രോൺ ഉള്ളതുകൊണ്ട് അത്തരം സോളിഡ്സ് വീക്ക്ലി അട്രാക്റ്റഡ് ടു എ മാഗ്നറ്റ്. ഒരു കാന്തത്തിന്റെ അടുത്തുകൊണ്ട് വെച്ചാൽ അതിലേക്ക് വീക്ക് ആയിട്ട് അട്രാക്ട് ചെയ്യപ്പെടും. അൺപെയ്ഡ് ഇലക്ട്രോണിന്റെ പ്രസൻസ് ഉള്ളതുകൊണ്ടാണ്. അൺപെയ്ഡ് ഇലക്ട്രോണിന്റെ പ്രസൻസ് ഉള്ളതുകൊണ്ട് അത് കാന്തത്തിലേക്ക് വീക്കായിട്ട് അട്രാക്ട് ചെയ്യപ്പെടും. എക്സാമ്പിൾ O2, സോളിഡ് ആയിട്ടുള്ള O2, സോളിഡ് ഓക്സിജൻ, ഫെറസ് Fe2+, CO3+, ഇതൊക്കെ പാരാമാഗ്നറ്റിക് സോളിഡ്സിന് എക്സാമ്പിൾസ് ആണ്. ഇതിലെല്ലാം അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉണ്ട്. സോ വെൻ ദേ ആർ പ്ലേസ്ഡ് ഇൻ ദ പ്രസൻസ് നിയർ എ മാഗ്നറ്റ്, ഒരു മാഗ്നറ്റിന്റെ അടുത്തേക്ക് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ദേ ആർ വീക്ക്ലി അട്രാക്റ്റഡ് ടു ദി മാഗ്നറ്റിലേക്ക് വീക്കായിട്ട് അട്രാക്ട് ചെയ്യപ്പെടും. ഓക്കെ. 2 ഡയാമാഗ്നറ്റിക് സോളിഡ്സ്. ഡയാമാഗ്നറ്റിക് സോളിഡ്സിന്റെ പ്രത്യേകത, എല്ലാ ഇലക്ട്രോൺസും പെയർഡ് ആയിരിക്കും. ഇലക്ട്രോൺസ് എല്ലാം പെയർഡ് ആയതുകൊണ്ട് ദേ ആർ വീക്ക്ലി റിപ്പൾഡ് ബൈ ദ മാഗ്നറ്റ്. മാഗ്നറ്റിന്റെ അടുത്തുകൊണ്ട് വെച്ചാൽ വീക്കായിട്ട് റിപ്പൽ ചെയ്യപ്പെടും, ഇലക്ട്രോൺസ് പെയർഡ് ആയതുകൊണ്ട്. ഐസ്, അതായത് വാട്ടർ, ബെൻസീൻ, ഇതൊക്കെ ഡയാമാഗ്നറ്റിക് സോളിഡ്സിന് എക്സാമ്പിൾസ് ആണ്. അപ്പോൾ ആദ്യത്തെ 2 ക്ലാസ് ഓർത്തിരുന്നത്. ഇനിയുള്ള 3 ഏറ്റവും പ്രധാനം. ആദ്യത്തെ 2 ജസ്റ്റ് എന്ന് ഓർക്കാം. ഈ 2 നമ്മൾ മുമ്പ് കേട്ടിട്ടുള്ളതാണ്, കഴിഞ്ഞ വർഷം പഠിച്ചതുമാണ്. ഇപ്പോൾ പാരാമാഗ്നറ്റിക് സോളിഡ്സിന്റെ പ്രത്യേകത, അതിനകത്ത് അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉണ്ട്. അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉള്ളതുകൊണ്ട് ദേ ആർ വീക്ക്ലി അട്രാക്റ്റഡ് ടു എ മാഗ്നറ്റ്. എക്സാമ്പിൾ ഓർത്തിരിക്കുക. ഡയാമാഗ്നറ്റിക് സോളിഡ്സിൽ എല്ലാ ഇലക്ട്രോൺസും പെയർഡ് ആണ്. ദേ ആർ വീക്ക്ലി റിപ്പൾഡ് ബൈ എ മാഗ്നറ്റ്. എക്സാമ്പിൾ ഓർത്തിരിക്കുക. ഇനിയുള്ള 3 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫെറോ മാഗ്നറ്റിക്, ആന്റിഫെറോ, ഫെറി. ആദ്യത്തെ ഫെറോ മാഗ്നറ്റിക് സോളിഡ്. ഫെറോ മാഗ്നറ്റിക് സോളിഡ്സിന്റെ പ്രത്യേകത, അത് ഇതുപോലെ ഇതേമാതിരി അൺപെയ്ഡ് ഇലക്ട്രോണിന്റെ പ്രസൻസ് ഒന്നും കൊണ്ടല്ല, അല്ലാതെ തന്നെ അതിനകത്ത് കണ്ടെയ്ൻ സ്ട്രോങ് മാഗ്നറ്റിക് ഡൊമൈൻസ്. എന്താ ഈ മാഗ്നറ്റിക് ഡൊമൈൻസ് എന്ന് പറഞ്ഞാൽ? അതിനകത്ത് കോൺസ്റ്റിറ്റ്യുവന്റ് മാഗ്നറ്റുകൾ കാണും. ഒരു സോളിഡിനകത്ത് ഓരോ കോൺസ്റ്റിറ്റ്യുവന്റും ഒരു ബാർ മാഗ്നറ്റ് പോലെ ആക്ട് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. ഒരു സോളിഡിനകത്ത് പല പല പാർട്ടിക്കിൾസ് ഉണ്ട്. ഓരോന്നിനും മാഗ്നറ്റിക് പവർ ഉണ്ടെങ്കിൽ അതൊരു മാഗ്നറ്റിക് ഡൊമൈൻ ആയിരിക്കും. ഓരോന്നിനും മാഗ്നറ്റിക് പവർ ഉണ്ടെങ്കിൽ ആ കോൺസ്റ്റിറ്റ്യുവന്റിനെ ഒരു മാഗ്നറ്റിക് ഡൊമൈൻ എന്ന് വിളിക്കും. അപ്പോൾ അങ്ങനെ ആ സോളിഡിനുള്ളിൽ, ഫെറോമാഗ്നറ്റിക് സോളിഡിനുള്ളിൽ കുറേ കോൺസ്റ്റിറ്റ്യുവന്റുകളുണ്ട്, പാർട്ടിക്കിൾസ് ഉണ്ട്. അതിനനുസരിച്ച് അത്രയും മാഗ്നറ്റിക് ഡൊമൈനുകൾ കാണും. ഓരോന്നും ഓരോ ബാർ മാഗ്നറ്റ് പോലെ ആക്ട് ചെയ്യും, ഓരോ പാർട്ടിക്കിളും. എന്നിട്ട് ആ ഡൊമൈൻസ് എല്ലാം കൂടി ഒരു സിംഗിൾ ഡയറക്ഷനിൽ അലൈൻ ചെയ്യും. എന്ത് ചെയ്യുമ്പോൾ? ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ കൊണ്ട് പ്ലേസ് ചെയ്യുമ്പോൾ. നിങ്ങളൊരു ഫെറോ മാഗ്നറ്റിക് സോളിഡിനെ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് മാഗ്നറ്റിക് ഡൊമൈൻസ് കാണും. മാഗ്നറ്റിക് ഡൊമൈൻസ് എന്ന് വെച്ചാൽ ഓരോ കോൺസ്റ്റിറ്റ്യുവന്റിനും മാഗ്നറ്റിക് പവർ കാണും. ഓരോ കോൺസ്റ്റിറ്റ്യുവന്റും ഒരു ബാർ മാഗ്നറ്റ് പോലെ വിചാരിക്കുക. പക്ഷെ അത് പല ഭാഗങ്ങളിൽ പല ഡയറക്ഷൻസിലായിരിക്കും ആ മാഗ്നറ്റിക് മൊമെന്റുകൾ ആക്ട് ചെയ്യുന്നത്. പക്ഷെ നിങ്ങളൊരു കാന്തത്തിന്റെ അടുത്ത്, പുറത്ത് ഉള്ള ഒരു കാന്തത്തിന്റെ അടുത്തോട്ട് ഈ സോളിഡിനെ നീക്കി വെക്കുമ്പോൾ അതിനകത്തുള്ള ഈ മാഗ്നറ്റിക് ഡൊമൈനുകൾ, അതായത് അതിനകത്തുള്ള കോൺസ്റ്റിറ്റ്യുവന്റ് മാഗ്നറ്റുകളെല്ലാം കൂടി ഒരു ദിശയിൽ അലൈൻ ചെയ്യുകയും ആ ദിശയിൽ സ്ട്രോങ് ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യുകയും ചെയ്യും. സോ ദേ ആർ സ്ട്രോങ്ലി അട്രാക്റ്റഡ് ടു എ മാഗ്നറ്റ്. അതുകൊണ്ട് ഒരു കാന്തത്തിന്റെ അടുത്ത് കൊണ്ടുവച്ചാൽ സച്ച് സോളിഡ്സ് ആർ സ്ട്രോങ്ലി അട്രാക്റ്റഡ്. എന്തുകൊണ്ടാണ് സ്ട്രോങ് അട്രാക്ഷൻ വരുന്നത്? അതിനകത്ത് മാഗ്നറ്റിക് ഡൊമൈൻസ് ഉണ്ട്, പക്ഷെ അത് പല ഡയറക്ഷൻസിൽ അലൈൻഡ് ആയിരിക്കും. നിങ്ങളൊരു എക്സ്റ്റേണൽ ഫീൽഡ് വേറൊരു കാന്തത്തിന്റെ അടുത്തോട്ട് അത് കൊണ്ടുവയ്ക്കുമ്പോൾ ആ ഡൊമൈൻസ് എല്ലാം കൂടി ഒരു ദിശയിൽ അലൈൻ ചെയ്യുകയും അതിലേക്ക് സ്ട്രോങ് ആയിട്ട് അട്രാക്റ്റഡ് ആകുകയും ചെയ്യും. അത്തരം സോളിഡ്സിനെയാണ് ഫെറോ മാഗ്നറ്റിക് സോളിഡ്സ് എന്ന് വിളിക്കുക. ഈ പാര എന്നുള്ള വ്യത്യാസം എന്താ? പാരയിൽ അങ്ങനെ മാഗ്നറ്റിക് ഡൊമൈൻസ് ഒന്നുമില്ല, അതിനകത്ത് അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉള്ളതുകൊണ്ട്.
അവിടെ ആയിട്ട് അൺപെയർഡ് ഇലക്ട്രോൺസ് ഉള്ളതുകൊണ്ട് നിമിത്തം ഉണ്ടാകുന്ന വീക്ക് അട്രാക്ഷൻ മാത്രമേ ഉള്ളൂ. പക്ഷെ ഇവിടെ അതല്ല. കോൺസ്റ്റിറ്റ്യുവൻറ്റുകൾക്ക് തന്നെ ഓരോ കോൺസ്റ്റിറ്റ്യുവൻറ്റും മാഗ്നറ്റിക് പവർ ഉണ്ട്. ആ മാഗ്നറ്റിക് പവറിനെ മാഗ്നറ്റിക് ഡൊമൈൻ എന്നാണ് വിളിക്കുക. ഒരു എക്സ്റ്റേണൽ ഫീൽഡിൻ്റെ അടുത്ത് കൊണ്ട് വെച്ചാൽ, ഒരു പുറത്തുള്ള ഒരു കാന്തത്തിൻ്റെ സമീപത്ത് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ആ ഡൊമൈനുകളെല്ലാം കൂടി ഒരു ഡയറക്ഷനിൽ അലൈൻ ചെയ്തിട്ട് ആ കാന്തത്തിലേക്ക് സ്ട്രോങ് ആയിട്ട് അട്രാക്ട് ചെയ്യപ്പെടുന്നു. എക്സാമ്പിൾ അയൺ, നിക്കൽ, കൊബാൾട്ട്, ഇതൊക്കെ ഫെറോ മാഗ്നറ്റിക് സോളിഡ്സിന് എക്സാമ്പിളാണ്. കാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഫെറോ മാഗ്നറ്റിക് സോളിഡ്സ് ആണ്. കാരണം എന്തുവാ? ഈ സോളിഡ്സ് കാന്തത്തിൻ്റെ അടുത്തുകൊണ്ട് വയ്ക്കുമ്പോഴത്തേക്ക് അതിന് കാന്തിക ശക്തി കിട്ടും. ഒരു തവണ കാന്തിക ശക്തി കിട്ടിയാൽ പിന്നെ ഒരുപാട് നേരം നിൽക്കുകയും ചെയ്യും. കാര്യം ഡൊമൈൻ എല്ലാം കൂടി ഒരു ദിശയിൽ അലൈൻ ചെയ്താൽ അത് പതുക്കെ ഒരു നല്ലൊരു സ്ട്രോങ് മാഗ്നറ്റായി മാറിക്കഴിഞ്ഞു. ഇനി എക്സ്റ്റേണൽ ഫീൽഡ് റിമൂവ് ചെയ്താൽ പോലും ഈ ഡൊമൈനുകൾ ഒരുപാട് നേരം അങ്ങനെ തന്നെ നിൽക്കും. മനസ്സിലായില്ലേ? ഇപ്പോൾ പല പല ദിശയിൽ കിടന്ന ഡൊമൈനുകൾ ഒരു കാന്തത്തിൻ്റെ അടുത്തുകൊണ്ട് വെച്ചിരിക്കുമ്പോഴത്തേക്ക് എല്ലാം കൂടെ ഒരു ദിശയിൽ അലൈൻ ചെയ്ത് അങ്ങനെ ഒരു മാഗ്നറ്റായി. ഇനി എക്സ്റ്റേണൽ ഫീൽഡ് റിമൂവ് ചെയ്താലും ഈ അലൈൻ ചെയ്ത ഡൊമൈനുകൾ അങ്ങനെ തന്നെ ഏറെ നേരം നിൽക്കും, ഒരുപാട് നേരം നിൽക്കുകയും ആ സമയം അത്രയും അതിൻ്റെ കാന്തിക ശക്തി അതിനെ റീറ്റെയിൻ ചെയ്യാൻ പറ്റും, ഒരുപാട് നേരത്തേക്ക് അതിനെ നിലനിർത്താൻ പറ്റും. അതുകൊണ്ടാണ് പിന്നെ അതിനെ പെർമനൻറ്റ് മാഗ്നറ്റ്സ് നിർമ്മിക്കാനായിട്ടൊക്കെ ഉപയോഗിക്കുന്നത്, സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാനായിട്ടൊക്കെ ഉപയോഗിക്കും. അയൺ, നിക്കൽ, കൊബാൾട്ടൊക്കെ എക്സാമ്പിളാണ്. മറന്നുപോകില്ലല്ലോ. ഇപ്പോൾ പാരാമാഗ്നറ്റിക് സോളിഡ്സും ഡയാമാഗ്നറ്റിക് സോളിഡ്സും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ ഓർത്തിരിക്കുക. എക്സാമ്പിൾസ് ഇപ്പോൾ ഫെറോ മാഗ്നറ്റിക് സോളിഡ്സ്. ഇനി ആൻറ്റി ഫെറോ ആകുമ്പോഴത്തേക്ക് അതിനകത്ത് മാഗ്നറ്റിക് ഡൊമൈൻസ് ഉണ്ട്. പക്ഷെ മാഗ്നറ്റിക് ഡൊമൈൻസ് അലൈൻ ഇൻ ഓപ്പോസിറ്റ് ഡിറക്ഷൻസ് അറ്റ് ഈക്വൽ നമ്പേഴ്സ്. അതിനകത്തുള്ള മാഗ്നറ്റിക് ഡൊമൈനുകൾ ഒരെണ്ണം മുകളിലോട്ടാണെങ്കിൽ ഒരെണ്ണം താഴോട്ട്, അങ്ങനെ നമ്മൾ വരച്ചേക്കുന്നതാണ്. പാരലൽ ആൻഡ് ആൻറ്റി പാരലൽ ഡിറക്ഷൻസിൽ അലൈൻ ചെയ്യും, ഓപ്പോസിറ്റ് ഡിറക്ഷനിൽ അലൈൻ ചെയ്യും. ഓപ്പോസിറ്റ് ഡിറക്ഷനിൽ അറ്റ് ഈക്വൽ നമ്പർ, തുല്യ എണ്ണം വീതം ഓപ്പോസിറ്റ് ഡിറക്ഷനിൽ അലൈൻ ചെയ്യും. അപ്പോൾ എന്താ സംഭവം? അതിൻ്റെ മാഗ്നറ്റിക് മൊമെൻറ്റുകൾ ക്യാൻസൽ ചെയ്തു പോകും. ഒന്ന് മുകളിലോട്ടെങ്കിൽ താഴോട്ട്, മുകളിലോട്ട് താഴോട്ട് ഡൊമൈനുകൾ ക്യാൻസൽ ചെയ്തു പോകും. നെറ്റ് മാഗ്നറ്റിക് മൊമെൻറ്റ് 0 ആയിരിക്കും. എക്സാമ്പിൾ MnO ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കണം. ആൻറ്റി ഫെറോ മാഗ്നറ്റിക് സോളിഡിന് എക്സാമ്പിൾ MnO, മാംഗനീസ് ഓക്സൈഡ്. ഓക്കെ. അപ്പോൾ ഫെറോ ആകുമ്പോൾ ഡൊമൈൻസ് എല്ലാം കൂടെ ഒരു ഡയറക്ഷനിൽ അലൈൻ ചെയ്യും. അപ്പോൾ സ്ട്രോങ് മാഗ്നറ്റായിട്ട് അത് ആക്ട് ചെയ്യും. ആൻറ്റി ഫെറോ ആകുമ്പോഴത്തേക്ക് മാഗ്നറ്റിക് ഡൊമൈൻസ് എല്ലാം കൂടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അലൈൻ ചെയ്യുകയും മാഗ്നറ്റിക് മൊമെൻറ്റ്സ് ക്യാൻസൽഡ് ആകുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നെറ്റ് മാഗ്നറ്റിക് മൊമെൻറ്റ് 0 ആയിരിക്കും. എക്സാമ്പിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻറ്റിഫെറോയുടെ എക്സാമ്പിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, MnO. ഇനി അവസാനത്തത് ഫെറി മാഗ്നറ്റിക് സോളിഡ്, അഞ്ചാമത്തേത്. ഫെറി മാഗ്നറ്റിക് സോളിഡ് ആകുമ്പോൾ എന്താ പ്രത്യേകത? അതിനകത്ത് ഡൊമൈൻസ് ഉണ്ട് ഇതേമാതിരി. ആ ഡൊമൈൻസ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് അലൈൻ ചെയ്യുന്നത്, ഒരു ഡയറക്ഷനിലല്ല, ഇതുപോലല്ല, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. ബട്ട് അൺഈക്വൽ നമ്പേഴ്സിലാണ് അലൈൻ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഒരെണ്ണം അങ്ങനെ മുകളിലോട്ട്, ഒന്നോ രണ്ടോ എണ്ണം മുകളിലോട്ട്, പിന്നെ ഒരെണ്ണം അങ്ങനെ താഴോട്ട്, പിന്നെ 2-3 എണ്ണം മുകളിലോട്ട്, 1-2 അങ്ങനെ താഴോട്ട്, അങ്ങനെ കറക്റ്റ് എന്താണ്, ഈക്വൽ നമ്പറായിട്ടല്ല, അൺഈക്വൽ നമ്പറായിട്ട് ഡൊമൈനുകൾ അലൈൻ ചെയ്യുന്നു. അങ്ങനെ അലൈൻ ചെയ്താൽ അത് അതിൻ്റെ മൊമെൻറ്റുകൾ ക്യാൻസൽഡ് ആവുമോ? ഇല്ല. തുല്യ എണ്ണം ഓപ്പോസിറ്റ് ആയിട്ട് വന്നാലേ ക്യാൻസൽഡ് ആവുള്ളൂ. ഇവിടെ ഒരു മാഗ്നറ്റിക് മൊമെൻ്റൊക്കെ ഉണ്ടാവും. അതാണ് ഫെറി മാഗ്നറ്റിക് സോളിഡ്സ്. ഫെറൈറ്റുകളും മാഗ്നറ്റൈറ്റും ഒക്കെ ഫെറി മാഗ്നറ്റിക് സോളിഡ്സിന് എക്സാമ്പിൾ. അപ്പോൾ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസിനെ ബേസ് ചെയ്ത് സോളിഡ്സ് എത്ര ടൈപ്പ് ഉണ്ട്? 5 ടൈപ്പ്. 5 ടൈപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമ്പയർ ചെയ്യുമ്പം 1ഉം 2ഉം കൂടെ കമ്പയർ ചെയ്ത് പഠിക്കുക. അതത്ര ഇമ്പോർട്ടൻ്റ് അല്ല. 3ഉം 4ഉം 5ഉം കൂടെ മസ്റ്റായിട്ട് പഠിക്കണം, കമ്പയർ ചെയ്ത് തന്നെ പഠിക്കണം. 1, 2 പാര, ഡയ. പാരയിൽ അൺപെയർഡ് ഇലക്ട്രോൺ ഉള്ളതുകൊണ്ട് വീക്ക്ലി അട്രാക്റ്റഡ് ടു മാഗ്നറ്റ്. എക്സാമ്പിൾ. ഡയയിൽ എല്ലാ ഇലക്ട്രോൺ പെയർഡ് ആയതുകൊണ്ട് വീക്ക്ലി റിപ്പൾഡ് ബൈ ദ മാഗ്നറ്റ്. എക്സാമ്പിൾ ഓർത്തിരിക്കുക. ഓക്കെ, അത് കഴിഞ്ഞു. അതൊരു സെഷൻ. ഇനി അടുത്ത സെഷൻ ഫെറോ, ആൻറ്റിഫെറോ, ഫെറി. ഫെറോ മാഗ്നറ്റിക് സോളിഡ്സിൽ സ്ട്രോങ് മാഗ്നറ്റിക് ഡൊമൈനുകളുണ്ട്. അതൊരു സിംഗിൾ ഡയറക്ഷൻ അലൈൻ ചെയ്യുന്നു ഇൻ പ്രസൻസ് ഓഫ് എൻ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് ഹെൻസ് ദേ ആക്ട് ആസ് സ്ട്രോങ് മാഗ്നറ്റ്സ്. എക്സാമ്പിൾ ഓർത്തിരിക്കുക. ആൻറ്റിഫെറോ ആകുമ്പം ഡൊമൈൻസ് ആർ അലൈനിങ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻസ് അറ്റ് equal numbers. So the magnetic moments cancel each other. Net magnetic moment becomes 0. Example MnO. ഫെറി മാഗ്നറ്റിക് സോളിഡ് ആകുമ്പോഴത്തേക്ക് ഡൊമൈൻസ് ആർ അലൈനിങ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻസ് അറ്റ് അൺഈക്വൽ നമ്പേഴ്സ്. ഈക്വൽ അല്ലാത്ത രീതിയിൽ ഓപ്പോസിറ്റ് ഡയറക്ഷൻ അലൈൻ ചെയ്യുന്നു. സോ ദർ ഈസ് എ നെറ്റ് മാഗ്നറ്റിക് മൊമെന്റ്. എക്സാമ്പിൾ ഫെറൈറ്റ്സ് ആൻഡ് മാഗ്നറ്റൈറ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്ററിലുള്ളത്. ഇനി നമ്മളിതിൻ്റെ നിങ്ങൾ തന്ന നോട്ട്സിൽ അവിടെ ഇവിടെയൊക്കെ പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ട്. പ്രോബ്ലംസിനായിട്ട് ഒരു സെഷൻ കൂടി ഉണ്ടാവും. അത് നെക്സ്റ്റ് വീക്കിൽ തന്നെ ആ പ്രോബ്ലം സെഷനിൽ നമ്മൾ ഈ ചാപ്റ്ററിനകത്തുള്ള പ്രോബ്ലംസ് കൂടെ ചെയ്യും. Okay, that's all about solid state. First chapter is over.